ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിനോട് പറയാൻ സാധിക്കും, കർത്താവേ, ഞാനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാപി. അതൊരിക്കലും നിങ്ങളുടെ പാപം എത്ര വലിയതെന്ന് നോക്കിയിട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ വലിപ്പം നോക്കുമ്പോൾ, when we look at the greatness of God, when we look at the mighty, the power of God, the holiness of God, ഹല്ലേലൂയ, നമുക്കിന്ന് പറയുവാൻ സാധിക്കും, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ, നിന്റെ ഹല്ലേലൂയ കൃപാസനത്തിലേക്ക് കർത്താവെ അടുത്തു വരുവാൻ ഞാനിന്ന് യോഗ്യനല്ല. ഹൃദയം തുറന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പാടുവാൻ സാധിക്കും, ഞാൻ യോഗ്യനല്ല എന്ന് യേശുവേ. യോഗ്യനല്ല യേശു
സൽഫലം തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം എങ്കിലും ഈ കൊമ്പിനെ തല്ലിയില്ല ഏഴയെ എങ്കിലും ഈ കൊമ്പിനെ തല്ലിയില്ല ഏഴയെ ഇത്ര നല്ല സ്നേഹമേ തന്നിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ തന്നിയോടെ വാഴ്ത്തും യോഗ്യനം യേശുവേ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ നന്മ പ്രാപിപ്പാനെങ്കിലും എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. Amen. Hallelujah. Jesus, we love you today. Father, we praise you. Hallelujah. We humble ourselves in your presence. Hallelujah. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ ഗ്രേറ്റ്നെസ്സിനെ മറന്നു പോകുന്നു. അങ്ങയുടെ ശക്തിയെ കർത്താവേ, ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ മക്കൾ എന്ന കർത്താവേ സ്ഥാനത്തെ മറക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവ് നമ്മുടെ പിതാവാകുമ്പോൾ ഹല്ലേലൂയ ഇന്ന് നമുക്ക് സങ്കടം വേണ്ട. ഹല്ലേലൂയ ഇന്ന് നമുക്ക് സന്തോഷം മതി. ഹല്ലേലൂയ ഹല്ലേലൂയ രക്ഷയിലേക്ക് വന്ന നിമിഷങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ സമാധാനത്തിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ തുള്ളിച്ചാടിയിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ നിങ്ങൾ ഒരു പക്ഷെ ഹല്ലേലൂയ ആനന്ദം കൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ യേശുവിനെ അറിയുവാൻ ഇടയായി. ഹല്ലേലൂയ ഞാൻ ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഹല്ലേലൂയ ഇന്ന് ആ സെയിം സന്തോഷം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മളെ പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ പണിതിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ കല്ല് വെക്കുമ്പോഴും ചെറിയ ഭാരം കടന്നു വരും. ഹല്ലേലൂയ കല്ല് വെക്കുന്തോറും ഭാരം നിന്നെ എടുപ്പിക്കാൻ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ ഇന്ന് അവന്റെ ഗ്രേറ്റ്നെസ്സിനെ ഹല്ലേലൂയ അറിഞ്ഞിരിക്കുന്നവർ ഹല്ലേലൂയ എത്ര പേർക്ക് സന്തോഷത്തോടെ പാടുവാൻ സാധിക്കും? ഹല്ലേലൂയ അവൻ തങ്കത്തെ ചോദിച്ചില്ല, അവന്റെ ഉള്ളത്തെയാ ചോദിച്ചത്, അവന്റെ സന്തോഷത്തെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടാം. പാവങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കുന്നു. പാവങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്ക ഭൂലോകം വந்தாரையா, மனிதனை மீட்கவே பரலோகம் இறக்க சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் இறக்க சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. என்னே
സന്തോഷം തന്നാരയ്യാ. അവൻ
Dale,
ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധി നന്ദിയോടെ ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധി സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഇന്ന് കർത്താവേ ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളോട് അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണും. ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ മധ്യേ, ഞാൻ ഉയരത്തില്ലെന്ന് പറയുന്നവരുടെ മധ്യേ എന്നെ ഉയർത്തുവാൻ, അങ്ങയുടെ മഹത്വത്തെ കാണിപ്പാൻ ഒറ്റയൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്ന ദൈവത്തിലായിരുന്നു രക്ഷ. ഞാൻ വിളിക്കുന്ന പിതാവിനെ ജീവന് തുല്യ സ്നേഹിക്കുന്നവൻ, ചോദിക്കുന്ന തരുന്ന പിതാവിനെ തിരുവചനം പറയുന്ന ദോഷിയെന്ന്. ചോദിക്കാതെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ള ഒരു പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് ഒന്നുകൂടെ ഈ ഗാനം എത്ര പേർക്കൊന്ന് പാടുന്നുണ്ട്. ചോദിക്കാതെ. Thank you, Jesus. We give you the praise. Thank you for your presence, Lord. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തിനായി കർത്താവേ ഞങ്ങളെ ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്ന പിതാവേ,
വചനം കേട്ട് കർത്താവേ അടുത്ത നിമിഷം മറന്നു പോകുന്നവരെ പോലെയല്ല കർത്താവേ, എങ്കിലോ കേട്ടിട്ട് കർത്താവേ ഒരു നല്ല ഭവനം കർത്താവേ ക്രിസ്തുവിൽ പണിയുന്നവരെ പോലെ ഞങ്ങളെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സോൾസിനെയും കർത്താവ് ഇവിടെ ഇരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ ഏകാന്തര കർത്താവെ അങ്ങനെ സന്നിധിയിലിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കാതെ നന്ദി. യേശുവിൻ്റെ വിലയേറെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. എല്ലാവർക്കും ചേസിലിരിക്കാവുന്നതാണ്. താങ്ക് യു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും മനഃപൂർവ്വമായ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയിൽ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നീതിയിൽ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു. കർത്താവിൻ്റെ കാവൽ, കർത്താവിൻ്റെ പരിപാലനം നമുക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ചിരിക്കുന്ന മുഖം അത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എണ്ണത്തിലൊന്നും കുറഞ്ഞു പോകാതെ കർത്താവ് നമ്മുടെ സഹോദരങ്ങളെ പരിപാലിച്ച വിധങ്ങൾ ശ്രേഷ്ഠമാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നുപോലെ നമ്മുടെ മധ്യേ ചില നാൾക്ക് ശേഷം കടന്നു വന്ന റിജോയെ ഓർത്തിട്ട് സ്തുതിക്കുന്നു. റിജോ എൻ്റെ ജന്മസ്ഥലത്തിന് അടുത്തുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലാണ്. റിജോ വടശ്ശേരിക്കര യിൽ താമസിക്കുന്നു. റിജോയെ ഓർത്തിട്ട് സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് റിജോയെ സ്വാഗതം ചെയ്താട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ റോജി നമ്മുടെ മധ്യയുണ്ട്. റോജി കവൻട്രിയിലേക്ക് ജോലിക്ക് വേണ്ടി പോയിരുന്നു. കർത്താവിനെ മടക്കി വരുത്തി ഓർത്തിട്ട് സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് റോജിയെ സ്വാഗതം ചെയ്താട്ടെ. നാട്ടിലേക്ക് കടന്നുപോയി പോളിനും മടങ്ങി വരാൻ കർത്താവ് ഭാഗ്യമൊരുക്കിയല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്തിട്ട് സ്തുതിച്ചാട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് രണ്ട് പേർക്ക് കരം കൊടുത്ത് വിസ്തീപനം കൊടുത്ത് വന്ദനം ചെയ്ത് ദിവസം ഇരിപ്പാൻ ഓർപ്പിക്കുന്നു. പ്ലീസ് സ്റ്റാൻഡ് ടുഗെദർ. ഒന്ന് രണ്ട് പേർക്ക് വിസ്തീപനം കൊടുത്ത് വന്ദനം ചെയ്ത് കരങ്ങൾ കൊടുത്ത് കർത്താവിൽ അവരെ സഭയിലേക്ക് സ്വാഗതം ചെയ്ത് ദിവസം ഇരുന്നാട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവരോട് പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ സമയത്ത് നമ്മുടെ കിഡ്സ് ഗാർഡിൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ പാട്ടുകൾ പാടി വാക്യങ്ങൾ പറയുവാനായിട്ട് ഒരുങ്ങുക. എല്ലാ ആഴ്ചയിലും അവർക്ക് അങ്ങനെ സമയം ലഭിക്കുന്നില്ല. ഇന്ന് സമയമുണ്ട്. നിശ്ചയമായിട്ട് കിഡ്സ് ഗാർഡിൻ്റെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് പാട്ടുകൾ പാടി അവരുടെ വാക്യങ്ങൾ പറയും. ശേഷമായി കഴിഞ്ഞൊരാഴ്ചയിൽ കർത്താവ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, കർത്താവ് നമുക്ക് ചെയ്ത വിവിധമായ കാര്യങ്ങളെ പറഞ്ഞിപ്പോഴുള്ള സമയമാണ്. അതിനായിട്ട് നിങ്ങൾ സമയത്ത് വേർതിരിക്കുക. നമ്മുടെ ജിമ്മിയും ചില ആഴ്ചയ്ക്ക് ശേഷം മടങ്ങി വന്നിട്ടുണ്ട്. ജിമ്മി ഓർത്തിട്ട് സ്തുതിക്കുന്നു. കരങ്ങളിച്ച് ജിമ്മയും കൂടെ സഭയിലേക്ക് സ്വാഗതം ചെയ്താട്ടെ. ആമേൻ 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 ആമേൻ. കിഡ്സ് ഗാർഡിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മൈക്ക് കൊടുത്താട്ടെ. To know my name, who cares to feel my hurt? Who am I that the bright and morning star would choose to light the way for my ever wandering heart? Not because of who I am, but because of what you've done. Not because of what I've done, but because of who you are. I am a flower quickly fading, here today and gone tomorrow. A wave tossed in the ocean, a vapor in the wind. Still you hear me when I'm calling. Lord, you catch me when I'm falling. You told me who I am. I am yours. Shout to the Lord, all the earth, worship Him with gladness. Come before Him with joyful.
joyful souls know that the Lord is God. Psalms chapter 100, verse 1 to 3. And the light of the world. Do not put out the spirit fire. Children, obey your parents in all things, for this is well pleasing unto the Lord. The word is God, and the word is with God, and the word is God. Faith is being sure of what we hope for and certain of what we do not see. Hebrews chapter 11, verses 1. Receive me and find me with all your heart. You will seek me and find me with all your heart. Psalms 119, words 20 to 24. My soul has crushed with longings for your judicial decisions at all times. You have rebuked the cursed presumptuous ones, the ones disdaring your commandments. Thank you, Priest. Praise Lord. John 14 verses 1. Let not your heart be in trouble. Believe in God. Believe also in me. I have a little testimony. On last Friday, I accidentally broke a girl's phone, and like she's been like kind of threatening me, saying like she's gonna beat me up, and I have to pay her £40. And like I couldn't pay like her £40 because we're kind of like in a problem with our financial things and stuff like that. So like I've been praying her to forget about it, like that she won't like talk to me about the problem. So then I went to school on Monday, and then she's in my form, like she's in my class, and I see her every single lesson, and she didn't like talk to me about anything about the phone. And for the whole week she was still like talking to me and smiling at me and like being friends with me, but she didn't say nothing about the phone. So like I thank God, and I thank everyone who prayed for me. Praise the last time God was good to me, keep me safe and sound. I thank you for that. Please come pray for me and my family. Today my Bible was from the book of Luke chapter 10 verses 2. The harvest is truly great, but the laborers are few. So pray to the God of the harvest to send more laborers into his harvest. Thank you. Praise the Lord. Praise the Lord. Let's God may safe and sound. Thank you for that. Today my Bible says from the book of 2 Corinthians chapter 10 verse 7. We are judging by appearances. If anyone is confident that he belongs to Christ, he should also consider that we belong to Christ as well as they do. Thank you. Romans chapter 6 verse 23. The wages of sin is death, but the gift of God is eternal life in Christ Jesus our God. Thank you. Praise the Lord. Do not fear, for I am with you. Do not be dismayed, for I am with God. I will strengthen you and hold you. I will uphold you with my righteous right hand. Isaiah 41 verses 10. Praise the Lord. Today my Bible verse is from the book of Ephesians 4 verse 2. Love each other with kindness. Forgive each other just as God forgave you in Christ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ടീനേജിലേക്ക് കടന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവിൻ്റെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ. അവരുടെ വ്യക്തിത്വം ദൈവകൃപയിൽ ദൈവവചനപ്രകാരം ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ദൈവപൂരിതമായി ആത്മപൂരിതമായി ഉയർന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്താമണ്ഡലങ്ങളിലും അവരുടെ തീരുമാനങ്ങളിലും ദൈവം മുന്നിട്ട് നിൽക്കുവാൻ, ദൈവം പ്രയോറിറ്റി ആകുവാൻ ദൈവം സഹായിക്കുമാറാകണം. അവരുടെ മാതാപിതാക്കൾക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും അവരുടെ സെക്കുലർ എഡ്യൂക്കേഷനിലെ ടീച്ചേഴ്സിനും
അവരോട് കരുണ തോന്നുവാൻ, അവരുടെ ഹൃദയത്തിൻ്റെ അവരുടെ മനസ്സിൻ്റെ സ്ഥിതി അറിഞ്ഞിടപെടുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികസനം, ആത്മാവിൻ്റെ രക്ഷ, അവരുടെ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങൾ ഞങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. പഠിത്തത്തിൽ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലും സ്പോർട്സിലും ആർട്സിലും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നതരായിരിക്കാൻ സഹായിക്കുമാറാകണമേ. അവരുടെ IQ ലെവൽ വർദ്ധിച്ച വ്യാപാരത്തോടുകൂടി ഇടപെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഈ വർഷത്തെ അതേ ഫൈനൽ ടൈമിൽ അവർക്ക് ഏറ്റവും നല്ല മാർക്സ് കൊടുത്ത് മാനിക്കുവാൻ പ്രാർത്ഥിക്കുന്ന വിവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, വിശേഷാൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്തുള്ള മാതാപിതാക്കളോടും അവരുടെ ടീച്ചേഴ്സിനോടും ബന്ധങ്ങൾ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാ നിമിത്തം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രൊജക്റ്റുകൾ ഉണ്ടാകുവാൻ, അവർക്ക് വേണ്ടി പ്രത്യേകമായ സംരംഭങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി, ദൈവരാജ്യത്തിന് അനുഗ്രഹമായി, അതേപോലെ സ്കൂൾസിന് അനുഗ്രഹമായി, കൂട്ടുകാർക്ക് അനുഗ്രഹമായി ദൈവം അവരെ മാറ്റുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന നൽകുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ പറയുവാൻ താല്പര്യമുള്ളവർക്ക് പറയാം. അങ്ങനെ ആരുമില്ലെങ്കിൽ റിജോ റിജോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. റിജോയെ പ്ലീസ്. ആമേൻ. മനോഹരമായ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽ ഇവിടെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായി ദൈവം തന്ന നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരുവാൻ കഴിഞ്ഞതിൽ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ആരാധനയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ വർഷിപ്പ് അല്ലാതൊരു മീറ്റിങ്ങിന്. കുറേ നാളായിട്ട് സൺഡേയിൽ ഒരു വർഷിപ്പിന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെയും കഴിഞ്ഞൊരു വർഷം അബൌട്ട് എൻഡ് ഓഫ് ദി ഇയർ ആയല്ലോ, ദൈവം ഈ കൺട്രിയിൽ എന്നെ സൂക്ഷിച്ചു. എനിക്ക് റീസെൻ്റ്ലി എൻ്റെ ജോലി ലണ്ടനിലോട്ട് മാറുവാൻ ദൈവം അവസരം തന്നു. ഞാനിപ്പോൾ ഈലിങ്ങിൽ വർക്ക് ചെയ്യുന്നു. വെസ്റ്റ് ലണ്ടൻ ചർച്ച് ഓഫ് ഗോഡിൽ കർത്താവിനെ ആരാധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദിവസങ്ങളിൽ ദൈവം ത്തിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാനായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവസ്ഥാനത്തിലായിരിക്കുന്നു. മറ്റാരുമില്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു പാട്ട് പാടിയ സമയത്ത് ഓഫറിംഗ് എടുക്കാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശു നമുക്ക് വേണ്ടി നല്ല ഓഹരി ഈ ആഴ്ചയിലും ഈ പകലിൽ കരുതിയിട്ടുണ്ട്? ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവർ ആ കരം കൊടുത്ത് പറയാമോ? യേശു കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കരുതിയിട്ടുണ്ട്. നമുക്കൊരു വാക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. ഒത്തിരി അധികം നാം കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ നിയമസഭയിൽ എവിടെയൊക്കെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായാലും അപ്പോസ്തല പ്രവൃത്തി 16, 17, 12
ഇതൊക്കെ ഒരിക്കലും പ്രസംഗിക്കപ്പെടാതിരിക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ പലവട്ടം ഇത് പ്രസംഗിക്കപ്പെട്ടതാണ്. ഇവിടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ഊന്നൽ തന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയേറിയ പ്രാർത്ഥനയായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാമോ? ഇത് നിങ്ങൾ എത്ര കാര്യങ്ങൾ മറ്റ് കേട്ടാലും നിങ്ങൾ ഒരു കാര്യം മാത്രമേ ഇന്ന് കേൾക്കുന്നുള്ളൂ. അത് കാര്യം മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ താല്പര്യം അതാണ്. വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥന അല്പം കൂടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയായിരിക്കണം. കുടുംബമായി ഞങ്ങളുടെ പ്രാർത്ഥന അല്പം കൂടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങോട്ട് തുടരുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? നാം ഒത്തിരി പ്രാവശ്യം ഇത് കേട്ടിട്ടുള്ളത് കൊണ്ട് കാണാതെ നാം പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും, തെറ്റത്തുമില്ല. പത്രോസിനെയും യാക്കോബിനെയും ഒരുമിച്ച് കാരാഗ്രഹത്തിൻ്റെ അകത്തിട്ടു. യാക്കോബിനെ കൊന്നുകളഞ്ഞു. പത്രോസിനെ 16 ചേവകരുടെ നടുവിൽ അദ്ദേഹത്തെ ഇട്ടിരിക്കുകയാണ്. 3-4 വാതിലിൻ്റെ അകത്തുള്ള ഒരു ഇരുണ്ട അറയിലിട്ടിരിക്കുകയാണ്. ആമേൻ. കതകുകൾ ഒത്തിരിയുണ്ട്, അതിനെല്ലാം താഴുകളുണ്ട്. നമുക്കറിയാം, സബ് ജയിൽ എന്ന് പറയുന്ന ഏറ്റവും സാധാരണ ജയിലിൻ്റെ പോലും കതക് ഒരു 10-12 അടിയെങ്കിലും ഉയരം കാണും. ഇരുമ്പ് തന്നെയായിരിക്കും. അതിന് ഇരുമ്പ് പൂട്ട് കാണും. കാവലക്കാർ വേറെയുണ്ട്. അങ്ങനെ പൂട്ടുകളാൽ പൂട്ടപ്പെട്ട കതകുകൾ പത്രോസിന് തടസ്സമായി നിൽക്കുകയാണ്. 16ഓളം ചേവകർ നിൽക്കുകയാണ്. അതിലൊക്കെ ഉപരിയായി പത്രോസിന്റെ കൈകാലുകളിൽ ചങ്ങലകളുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് തടസ്സമായി നിൽക്കുകയാണ്. കാവൽ നിൽക്കുന്ന മനുഷ്യർ തടസ്സമായി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഈ ഇസ്ലാമിൽ കൂടി നടക്കുവാനിട വന്നപ്പോൾ പബ്ബിന്റെ മുമ്പിൽ ബൗൺസേഴ്സ് നിൽക്കുന്നുണ്ട്. ബൗൺസേഴ്സിനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. കാരണം അവർ ഒരു മനുഷ്യനെ പോലെ, ഒരു 5-6 മനുഷ്യനെ പോലെയാണ് നിൽക്കുന്നത്. ആമേൻ. സോ അങ്ങനത്തെയുള്ള ബൗൺസേഴ്സ് അകത്ത് കിടക്കുകയാണ്, അടിമകളായി, കള്ളന്മാരായി, കൊള്ളക്കാരായി. അങ്ങനെയാകുമ്പോൾ അവർക്ക് നിൽക്കുന്ന ബൗൺസേഴ്സിന് എത്ര ഖനം കാണും? ആമേൻ. ഗോലിയാത്തിനെ പോലുള്ളവർ വെളിയിൽ നിൽക്കുകയാണ്. സോ അവർ പത്രോസിനെ വിടുതലിന് തടസ്സമാണ്. അതിലൊക്കെ ഉപരിയായി പത്രോസിനെ അധികാരികളാണ് ചങ്ങലയ്ക്കകത്തിട്ടിരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ അധികാരം പത്രോസിന്റെ വിടുതലിന് തടസ്സമാണ്. ഇനി റോമാ സാമ്രാജ്യം ആഗ്രഹിച്ചാലും പത്രോസിനെ ഇടുവാനുള്ള ഇന്റൻഷൻ ഉണ്ടായത് യഹൂദ മതത്തിൽ നിന്നാണ്. മതത്തിന്റെ അധികാരം, രാഷ്ട്രീയ അധികാരം, രാജ്യത്തിന്റെ അധികാരം, ഇരുമ്പ് കാവലാളുകൾ മുഴുവനും പത്രോസിന് വിപരീതമായി നിൽക്കുകയാണ്. പത്രോസ് ഒരിക്കലും ഇനി പുറത്തു വരികയില്ല എന്ന പിശാചും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ദൈവമക്കളെ നിന്റെ കണ്ണുനീരിന്റെ പ്രസക്തി. അവിടെയാണ് നിന്റെ പ്രാർത്ഥനയുടെ പ്രസക്തി. നീ എപ്പോഴും മുട്ടുമടക്കുന്നത് പോലെയല്ല നീ പ്രതികൂലങ്ങളിൽ മുട്ടുമടക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നീ പ്രതികൂലങ്ങളിൽ മുട്ടുമടക്കുന്ന സഭയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന സഭയാണെങ്കിൽ, നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഇരുമ്പ് ചങ്ങലകൾ മെഴുകുപോലെ ഉരുകി താഴെ വീഴും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ 12-ാം അധ്യായത്തിൽ ഈ പത്രോസിന്റെ സംഭവം, യാക്കോബിന്റെ സംഭവമൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതൊക്കെ വാസ്തവം ജസ്റ്റ് ഒരു നാടകമാണ്. ദൈവം കളിച്ചൊരു ഡ്രാമയാണ്. എന്തിനു വേണ്ടി കളിച്ച ഡ്രാമയാണ്? കർത്താവ് നുള്ളിയിട്ടും പിച്ചിയിട്ടും അടിച്ചിട്ടും തൊഴിച്ചിട്ടും തലോടിയിട്ടും പ്രാർത്ഥിപ്പാൻ എഴുന്നേൽക്കാത്ത സഭയെ അർദ്ധരാത്രിയിൽ അത് പ്രാർത്ഥിക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു നാടകമാണ് പത്രോസിന് വേണ്ടി കർത്താവ് കളിച്ച്. എത്ര വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവപരിശുദ്ധിയാത്മാവ് ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ അവനെ തീയിലിട്ടാലും അവൻ വെന്തുപോവുകയില്ല. അത് പുതിയ നിയമത്തിലെ വാഗ്ദത്തമല്ല, പഴയ നിയമത്തിലെ വാഗ്ദത്തമാണ്. യാക്കോബേ, നീ എനിക്കുള്ളവനാണെങ്കിൽ നീ വെള്ളത്തിൽ കൂടി നടന്നു പോകുമ്പോ എല്ലാവരെയും മുഖ്യ വെള്ളമായിക്കൊള്ളട്ടെ, പക്ഷെ എല്ലാവരെയും അത് വിഴുങ്ങിക്കളഞ്ഞ വെള്ളമായിക്കൊള്ളട്ടെ, അത് പ്രവാഹമായിക്കൊള്ളട്ടെ, നിന്നെ മുക്കുകയില്ല. വെള്ളം നിന്നെ പൊന്തിച്ചു നിർത്തും. നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കി കളയത്തില്ല. കാരണം നിന്റെ അകത്ത് വെള്ളത്തെ ഉണ്ടാക്കി ഒരുവനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഞാൻ അല്പനേരം പ്രസംഗിക്കുവാൻ പോവുകയാണ്. സോ നിങ്ങളുടെ പ്രതികരണം ഒരു പ്രസംഗത്തിനുള്ള പ്രതികരണമായിക്കൊള്ളട്ടെ. ഞാൻ പത്രോസിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഇവിടെ ആരെയും കുറിച്ചല്ല പറയുന്നത്, ഞാൻ നിന്നെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ചോദ്യം, നീ ഇന്ന് ഏത് കാരാഗ്രഹത്തിലാണ്? ഒരുപക്ഷെ ഞാനായിരിക്കുന്ന കാരാഗ്രഹത്തിലായിരിക്കത്തില്ല നീ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കുന്ന ബന്ധനത്തിലായിരിക്കുന്ന നീ. പക്ഷേ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീയും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിയായിരിക്കുന്നെങ്കിൽ, ഇപ്പോഴും രാവിലെ നീ പ്രാർത്ഥിപ്പാൻ എഴുന്നേൽക്കാത്ത വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ശ്രദ്ധയോടൊരു പ്രാർത്ഥനാ മണ്ഡലമില്ലെങ്കിൽ, നീയും ഏതോ കാരാഗ്രഹത്തിലാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കൂ. രാത്രിയിൽ എഴുന്നേൽക്കൂ, പ്രഭാതത്തിൽ എഴുന്നേൽക്കൂ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കൂ. നിന്റെയും ഇരുമ്പ് വാതിലുകൾ സ്വതവേ നിന്റെ മുൻപാകെ തുറന്നു വരുന്ന നീ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അല്ലെ, പത്രോസ് വിടുവിക്കപ്പെട്ടതുകൊണ്ട് നമുക്കെന്ത് ഗുണമാണ് അല്ലേ? അന്നത്തെ സഭയ്ക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അതെ, പൗലോസ് വിടുവിക്കപ്പെട്ടതുകൊണ്ട്, പോൾ വിടുവിക്കപ്പെട്ടതുകൊണ്ട് നമുക്കെന്ത് ഗുണമാ? അന്നത്തെ സഭയ്ക്കും പൗലോസിനും പോളിനും ഗുണമുണ്ടായിരുന്നു. നമുക്കെന്ത് ഗുണമാ? നാം വിടുവിക്കപ്പെടണ്ടായോ? നാം ഏത് കാരാഗ്രഹത്തിലാണ്? ഒരു മാറാ രോഗത്തിന്റെ കാരാഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു തീരാ വ്യാധിയുടെ കാരാഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതൊരു കാരാഗ്രഹമാണ്. എപ്പോഴാണോ രോഗത്തിന് മാറാത്തത് എന്ന് പേര് വീണത്, അത് മുതൽ നീയും ആ കാരാഗ്രഹത്തിലാണ്. ഇന്ന് പകൽ നീ ദൂത് കേൾക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ പിടഞ്ഞു വികസിക്കുകയാണ്. വചനം പറയുന്നു, മാറാത്ത രോഗമെന്ന പെരുവെള്ളത്തിന് മുൻപിൽ നീ ലജ്ജിച്ചു പോകേണ്ട ആവശ്യമില്ല. പെരുവെള്ളം നിന്നെ പൊന്തിച്ചു നിർത്തും. വചനം പറയുന്നു, പത്രോസ് ദൈവകൃപയാൽ യേശുവിനെ പോലെ വെള്ളത്തിന്മേൽ നടന്നു തുടങ്ങി. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നല്ല സഭ, വെള്ളത്തിൽ നടക്കുന്നതും വെള്ളത്തിൽ നടന്ന് തുടങ്ങുന്നതുമാണ് സഭ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയത്തില്ലെന്നുള്ളത് യാക്കോബിന് മാത്രമല്ല, ജേക്കബിന് മാത്രമല്ല, ജെയിംസിന് മാത്രമല്ല. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സകല മക്കൾക്കും ദൂരസ്ഥന്മാരായ യേശു കർത്താവ് വിളിച്ച് ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ളതല്ലോ. ഹല്ലേലൂയ. നിന്റെ കാരാഗ്രഹം രോഗമല്ല, നിനക്ക് ആരോഗ്യമുണ്ട്. നിന്റെ കാരാഗ്രഹം ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കും. നീ എത്ര ജോലി ചെയ്തിട്ടും ആഗ്രഹിച്ച ഒരു ടേക്ക് അവേ നിനക്ക് എടുക്കുവാൻ കഴിയുന്നില്ല. നിന്റെ കാരാഗ്രഹം ഒരു വിസ പ്രോബ്ലം ആയിരിക്കും. നീ നീതിമാനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ അകത്ത് നീതിയുണ്ട്, നിന്റെ അകത്ത് സത്യമുണ്ട്. നീ ഒരു വചനം കേട്ടാണ് UK-യിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ നീ ഇപ്പോൾ നിയമത്തിന് വിധേയായിരിക്കുന്നു. നീ കുറ്റക്കാരിയാണ്, നീ കുറ്റക്കാരനാണ്. നിയമം എന്നൊരു കാരാഗ്രഹം നിന്നെ മൂടിയിരിക്കുകയാണ്. ഇന്ന് പകൽ പ്രവാചകൻ എന്ന നിലയിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ, മുട്ടുമടക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ, ഒരുവനുണ്ടെങ്കിൽ നിയമത്തിന്റെ മഹാകാരാഗ്രഹത്തിൽ നിന്ന്, അല്ലെ സാമ്പത്തികത്തിന്റെ മഹാകാരാഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന്റെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. സഭ പ്രതികരിക്കട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യാക്കോബിനെ എന്തുകൊണ്ടാണ് വാളുകൊണ്ട് കൊന്നത്? യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്ന സമയത്ത് സഭയ്ക്ക് പ്രതികരണശേഷിയില്ലായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. യാക്കോബിനെ കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് ഹെരോദാവ് കണ്ടു. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി പിടിച്ചു. സഭയിൽ ആരോ ദൂത് പറഞ്ഞു, നമ്മുടെ നേതാക്കന്മാർ ഓരോന്നോരോന്നായി വെട്ടി അരിയപ്പെടുകയാണ്, നമ്മുടെ ശുശ്രൂഷകന്മാർ ഓരോന്നോരോന്നായി വെട്ടി അരിയപ്പെടുകയാണ്. ഒരുത്തൻ പിന്മാറിപ്പോയി, ഒരുത്തൻ പെണ്ണുകേസിൽ പിടിക്കപ്പെട്ടു, ഒരുത്തൻ സാമ്പത്തികമായി പിടിക്കപ്പെട്ടു, ഒരുത്തൻ കസേരയുടെ പുറകെ പോയി. നമുക്ക് വിട്ടുകൊടുത്തുകൂടാ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് അവരെ തിരികെ പിടിക്കണം. ആ ദൂത് കേട്ടപ്പോൾ ഞാൻ കണ്ടംപററി ആയെന്ന് വ്യാഖ്യാനിക്കുക കേട്ടോ. പത്രോസ് പേഴ്സണൊന്നും പിടിക്കപ്പെട്ടു പോയില്ല. പൗലോസ് സാമ്പത്തിക വിഷയത്തിലൊന്നും ക്രമക്കേട് കാണിച്ചില്ല. ഞാൻ കണ്ടംപററി ദൂത് പറയുക, സഭയെ നിന്റെ അഭിഷിക്തന്മാർ വെട്ടി അരിയപ്പെടുമ്പോൾ, നിന്റെ അഭിഷിക്തന്മാർ വാളാൽ നുറുക്കപ്പെടുമ്പോൾ നിനക്ക് നോവുന്നുണ്ടോ? നിനക്ക് വേദനയുണ്ടോ? നിനക്ക് നുറുക്കമുണ്ടോ? നിന്റെ മുട്ടിന്റെ തഴമ്പ് വർദ്ധിക്കുന്നുണ്ടോ? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ലൂസിഫറിന്റെ സിംഹാസനത്തിലേക്ക് അവളെ പിശാച് പിടിച്ചു കൊണ്ടുപോയാലും നിനക്ക് അവനെ മടക്കി കൊണ്ടുവരാൻ കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ അത്ഭുതകരമായി കേൾക്കുന്ന പോലെ നിങ്ങൾ നോക്കുന്നല്ലോ. ഞാൻ ദൈവസഭയിലെ ദൂതാണ് വിളിച്ചു പറയുന്നത്, ദൈവവചനത്തിലെ ദൂതാ വിളിച്ചു പറയുന്നത്. സഭ എന്ന പ്രാർത്ഥനയിൽ പ്രതികരണശേഷിയോടെ പ്രാർത്ഥിക്കുമോ അന്ന് സഭയ്ക്ക് മടങ്ങി വരുവാനുള്ള ഒരു ദൈവിക അത് നിയോഗം കർത്താവ് നൽകുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഏത് സഭയെക്കുറിച്ചാണ് പറയുന്നത്? ഇത് പ്രയർ ഗാർഡനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ലോകത്തിൻ്റെ അത് മഹത്വമായിരുന്ന പെന്തക്കോസ്റ്റൽ ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. യെരൂശലേം സഭയെ കുറിച്ചാണ് പറയുന്നത്. യെരൂശലേം സഭയിലെ ആരെങ്കിലും പിടിച്ചുകൊണ്ടു പോകാമോ? യെരൂശലേം സഭയിലെ ആരെങ്കിലും വാളുകൊണ്ട് കൊല്ലാമോ? യെരൂശലേം സഭയിൽ ഒരുവൻ കള്ളം കാണിച്ചപ്പോൾ മരിച്ചു വീണതല്ലേ?
യെരൂശലേം സഭയിൽ കള്ളം കാണിച്ചവന്റെ ഭാര്യ വന്നപ്പോഴും മരിച്ചു വീണതല്ലേ? അവന്റെ ബന്ധുക്കളോ അവളുടെ ബന്ധുക്കളോ ചോദിക്കാനോ പറയാനോ നിൽക്കാതെ, ഭാര്യയോട് പോലും ചോദിക്കാൻ നിൽക്കാതെ ഭർത്താവിനെ അവർ കുഴിച്ചിട്ടതല്ലേ? അതിനുശേഷം ജനത്തിന്മേൽ മഹാഭയമുണ്ടായതല്ലേ? ഭർത്താവിനെയും ഭാര്യയെയും കുഴിച്ചിട്ടിട്ട് മക്കളാകട്ടെ മരുമക്കളാകട്ടെ ബന്ധുക്കളാകട്ടെ ആരും ചോദിക്കാൻ വന്നില്ലെന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താ കാരണം? ദൈവ വചനം പറഞ്ഞപ്പോൾ ദൈവ അഭിഷിക്തന്മാരെ കുറിച്ച് ഭയമുണ്ടായി, ദൈവസഭയിൽ എല്ലാവർക്കും പേടിയുണ്ടായി, ദൈവത്തിന്റെ റെവറൻസ് വർദ്ധിച്ചു. അതായിരുന്നു പെന്തക്കോസ്ത് സഭ. ഇപ്പോഴെന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ സഭയുടെ തലവന്മാരെ പിടിക്കുകയാണ് ഹെരോദാവ്. ആമേൻ. എന്താ വാസ്തവത്തിൽ സംഭവിച്ചത് ഞാൻ പറയാം. ഒരു അപ്പോസ്റ്റസി സംഭവിച്ചിരിക്കുകയാണ്. ദൈവസഭയിൽ ഒരു പിന്മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നാം കാണുന്നു 1-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം, അത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം കാത്തിരിക്കണം. 1-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അവർ കാത്തിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു വിഷയമുണ്ടായി. യൂദാസ് നഷ്ടപ്പെട്ടു പോയി. 12 പേർ, ഇപ്പോൾ 11 ഉള്ളൂ. ഒരുവന്റെ വേക്കൻസി ഫില്ല് ചെയ്യണം. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ ആലോചന ചോദിച്ചു. അവർക്ക് ദൈവാത്മ നൽകിയ ഏറ്റവും നല്ല ബുദ്ധിയിൽ അവർ ഒരുവനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. കാര്യങ്ങൾ ക്ലിയറായി വരികയാണ്. 2-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവസഭയിലേക്ക് ദൈവത്തിന്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് വരികയാണ്. എൻ്റെ ഈ മൈക്കിൻ്റെ സൗണ്ട് എനിക്കൊന്ന് ഇച്ചിരി ട്രബിൾ കൂടി കിടക്കും. ഒന്ന് ബേസ് കൂട്ടാമോ? എൻ്റെ സൗണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. Amen. Praise the Lord, praise the Lord, praise the Lord. Hallelujah. സോ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൈവം തന്റെ ശക്തിയെ, തന്റെ മഹത്വത്തെ, തന്റെ തേജസ്സിനെ ദൈവസഭയിലേക്ക് അയക്കുകയാണ്. 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 16 രാജ്യക്കാർ, 16 ഭാഷക്കാർ മനസാന്തരപ്പെടുകയാണ്. അവരിൽ 3000 പേര് മനസാന്തരപ്പെടുകയാണ്. സ്നാനത്തിന് വിരോധമായി നിന്നവൻ, അഭിഷേകത്തിന് വിരോധമായി നിന്നവൾ, അതെ, മനസാന്തരത്തിന് വിരോധമായി നിന്നവർ, ഭാഷ വ്യത്യാസമില്ലാതെ 3000 പേര് സ്നാനപ്പെട്ട് കരയേറുകയാണ്. ആമേൻ. എന്തൊരു അഭിഷേകമാണ്! നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നു, 1-2 വാക്യം നിങ്ങൾ എനിക്ക് വേണ്ടി വായിക്കണമേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം മുതൽ വായിക്കുമോ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം ഞാൻ വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 43 എല്ലാവർക്കും ഭയമായി. അടുത്തത്, അപ്പോസ്തലന്മാരാൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. 44 വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. 45 സകലവും പൊതുവകയെന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 2-ാം അധ്യായം ക്ലോസ് ചെയ്യുമ്പോൾ മഹത്വമേറിയ ഒരു സഭയാണ്. ഉപദേശങ്ങൾ വിളിച്ചു പറയാതെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം വരികയാണ്. ജനങ്ങൾക്ക് ബോധ്യം വരാത്ത അപ്പോസ്തലന്മാർ വിളിച്ചു പറയുകയാണ്, യേശു ഇങ്ങനെ പഠിപ്പിച്ചു. അവിടെ എന്തിനും അഭിപ്രായമില്ല. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അവർക്ക് സകലവും പൊതുവകയായിരുന്നു. ജന്മഭൂമികൾ വിൽക്കുവാൻ തീരുമാനിച്ചു. അവനവൻ ആവശ്യമുള്ളതുപോലെ ഓരോരുത്തർക്കും പങ്കിട്ടു. സഭയിൽ സോഷ്യലിസം വെളിപ്പെടുകയാണ്. ഒരുവന് ആഹാരമില്ലെന്ന് സഭയ്ക്ക് ബോധ്യം വരികയാണ്. ഒരുവന് വസ്ത്രമില്ലെന്ന് സഭയ്ക്ക് ബോധ്യം വരികയാണ്. ഒരുവന് പാർപ്പിടമില്ലെന്ന് സഭയ്ക്ക് ബോധ്യം വരികയാണ്. ആമേൻ. സോ സഭ അവരുടെ കുറവുകളെ തനിയെ മനസ്സിലാക്കി അതിന്മേൽ ഒരു കമ്മിറ്റി കൂടാതെ ഒരു ഭൂരിപക്ഷം തേടാതെ ഓരോരുത്തരും ബോധിച്ചതുപോലെ അവൻ ചെയ്യുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ബോധ്യമായി മാറിയതിനാൽ എല്ലാവർക്കും എല്ലാം പൊതുവക പോലെ ഫീൽ ചെയ്തു. ആമേൻ, ആമേൻ, ആമേൻ. അത് മാത്രമാണോ, ഒരു മനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നു. ദിനേന പ്രാർത്ഥന ഉണ്ടാവുക ഒരു ഉണർവുള്ള സഭയുടെ ഒരു ലക്ഷണമാണ്. അയ്യോ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി, ഞങ്ങൾക്ക് ഡേ ഡ്യൂട്ടി, ഞങ്ങളുടെ ബിസിനസ്, അയ്യോ ഞങ്ങളുടെ റോട്ട, അങ്ങനെ ഇതൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടം ദിനം പ്രതി പ്രാർത്ഥിപ്പാൻ കൂടുമായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ റോട്ടായുടെ ഇടയിൽ, തിരക്കിനിടയിൽ നമ്മൾ ആഹാരം കഴിക്കാറില്ലേ?
ഈ റോട്ടാളിടയിൽ തിരക്കിനിടയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കാറില്ലേ? ഈ മഹാതിരക്കിൻ്റെ ഇടയിൽ ബിസിനസ്സിൽ നമ്മൾ നമുക്ക് വേണ്ടിയെല്ലാം ചെയ്യാറില്ലേ? എന്നതുപോലെ അന്ന് ജനിച്ച അവരുടെ അകത്തെ മനുഷ്യന്റെ പുഷ്ടിക്ക് വേണ്ടി ആ കുഞ്ഞിന് ഒരു അമ്മ പാല് കൊടുക്കുന്നത് പോലെ, അതിന് ആഹാരം കൊടുക്കുന്നത് പോലെ, അതിനെ കുളിപ്പിക്കുന്നത് പോലെ, അതിനെ വസ്ത്രം മാറുന്നത് പോലെ ഇവർക്ക് ദിനേന ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷെ ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. ദൈവം ഇവർക്ക് പരിശുദ്ധാത്മാവ് നൽകിയത് കൂട്ടായ്മ ആചരിപ്പാൻ മാത്രമല്ല. ദൈവം ഇവർക്ക് പരിശുദ്ധാത്മാവ് നൽകിയത് അപ്പം നുറുക്കുവാൻ വേണ്ടി മാത്രമല്ല. ദൈവം ഇവർക്ക് പരിശുദ്ധാത്മ നൽകിയത് പങ്കിടുവാൻ വേണ്ടി മാത്രമല്ല. ദൈവം ഇവർക്ക് പരിശുദ്ധാത്മ നൽകിയത് അവർക്ക് ദൈവം കൊടുത്തത് സഭയുടെ പുറത്തു വിളമ്പുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ശക്തിയെ നൽകും. നിങ്ങൾ ശക്തിയെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദ്യയിൽ എല്ലായിടത്തും പിന്നെ ശമര്യയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾക്ക് ഞാൻ നൽകിയത് പോയി കൊടുക്കേണ്ടതാകുന്നു, വിളമ്പേണ്ടതാകുന്നു. ഇതാണ് ദൗത്യം. ഇതാണ് ദൗത്യം. എന്നാൽ ഇപ്പോൾ സഭയിൽ ഭയങ്കര ദൈവസാന്നിധ്യമാണ്. അതിശക്തമായ സംഗീതാരാധന, മനോഹരമായ വചന ശുശ്രൂഷകൾ, അത്ഭുതകരമായ വിടുതലുകൾ, അസാധാരണ വീര്യപ്രവർത്തികൾ. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ജനം ഇങ്ങോട്ട് തള്ളിക്കൂ നിൽക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഇവരൊരു ബോർഡ് എഴുതി, വരുവിൻ, സംബന്ധിപ്പിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചില തിയോളജി കേൾക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും. ആമേൻ. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചർച്ചയും ബഹളവും ഡിബേറ്റൊക്കെ നടക്കുക. ചിലത് കേൾക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും. വരുവിൻ, സംബന്ധിപ്പിൻ, എന്താ കുഴപ്പം? അനുഗ്രഹം പ്രാപിപ്പിൻ. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? പോകുവിൻ, പ്രഘോഷിക്കുവിൻ. സൗജന്യമായി നൽകിയത് സൗജന്യമായി, അതിന് നേരെ വിപരീതമാ. വരുവിൻ, സംബന്ധിപ്പിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ആമേൻ. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഇവരിവരുടെ തിയോളജി കൊണ്ട്, ഇവിടെ നടന്ന സ്വഭാവം കൊണ്ട്, സഭയിൽ നടന്ന അത്ഭുതങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ കുറച്ച് നാളത്തേക്ക് മറന്നു കളഞ്ഞു. നിങ്ങൾ 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ. അപ്പൊ ഒരിക്കലെന്ന് എഴുതുവാൻ പരിശുദ്ധാത്മൻ എന്തുകൊണ്ട് ബോധ്യം വന്നു? കുറെ നാളിങ്ങനെ ഉത്സവമായിരുന്നു, കുറെ നാളിങ്ങനെ ആഹാരത്തിന്റെ ബഹളമായിരുന്നു, കുറെ നാളിങ്ങനെ വസ്തുവകൾ വിറ്റുകൊണ്ട് ആളുകൾ വന്നു. പൈസ ഇഷ്ടം പോലെ, എന്തിന് ചെലവാക്കണം അറിയാൻ കിടക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. The best PA system, the best പുൾപിറ്റ്, താഴെ നിന്ന് മുകളിലോട്ട് പാസ് വരുമ്പോൾ പൊങ്ങുന്ന പുൾപിറ്റ്, അത് കറങ്ങിക്കയറുന്ന ലിഫ്റ്റ്, അത് മനോഹരമായ കളറിങ്സ്, ലൈറ്റിങ്സ്, നല്ല ബാക്ക് ഡ്രോപ്സ്, നല്ല ആംബിയൻസ്, എവറിഥിങ് വാസ് ഗുഡ്. പക്ഷെങ്കിൽ ദൗത്യം മറന്നുപോയ സഭ. ആമേൻ. 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് പറയുന്നു, ഒരിക്കൽ പത്രോസും യോഹന്നാനും, ഒരിക്കൽ, ഒരുപക്ഷെ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഒരിക്കൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുകയാണ്. അകത്ത് മാത്രമേ ശുശ്രൂഷയുള്ളൂ. ഒരിക്കൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭ അവിടം തൊട്ട് താഴേക്ക് വരുവാൻ തുടങ്ങി. സുവിശേഷികൾ എന്ന് ദൈവസഭ താഴ്ത്തു വെക്കുമോ അന്ന് ദൈവസഭ ദൗത്യത്തിൽ നിന്ന് വീഴുകയാണ്. എന്ന് അത് ആത്മഭാരം ദൈവസഭയ്ക്ക് കുറയുമോ അന്ന് ദൗത്യത്തിൽ നിന്ന് വീഴുക. എന്ന് ഞാനും എൻ്റെ മക്കളും ഒന്ന് മാത്രം ചിന്തിക്കുമോ അന്ന് കുടുംബമേ നിന്നെ വിളിച്ച ദൗത്യത്തിൽ നിന്ന് വീഴുകയാണ്. എന്ന് നീ അത് സുവിശേഷീകരണത്തിന് വേണ്ടി താല്പര്യം കാണിക്കാതിരിക്കുമോ അന്ന് നീ ദൗത്യത്തിൽ നിന്ന് വീഴുക. നീ എത്ര അഭിഷിക്തനാണെങ്കിലും, എത്ര അഭിഷിക്തിയാണെങ്കിലും, ഏത് വലിയ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിലും, ഏത് കൃപാവരം ജ്വലിച്ചാലും നിനക്കത് ഉപയോഗിക്കുവാൻ നീ മണ്ഡലങ്ങളെ കണ്ടെത്തുന്നില്ലെങ്കിൽ, സഭയ്ക്കകത്ത് മാത്രമേ നീ ശുശ്രൂഷിക്കുന്നുള്ളെങ്കിൽ നീ താഴേക്ക് വരിക, നീ മുകളിലേക്ക് ഉയരുകയല്ല. പത്രോസും യോഹന്നാനും ഇവിടെ സുവിശേഷം പറയാൻ പോയൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ പോയതാ. കാരണം ഇവിടെ ഭയങ്കര ബഹളമായിപ്പോ. വിധവമാർ ഇഷ്ടം പോലെ. ഏതാ വിധവമാര്? ഒരു സഹോദരി എന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ അച്ചായ, ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ, ആ ടെൻറ്റിൽ പോയപ്പോൾ കർത്താവിനെ അറിഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവാരാ? അയ്യോ, കർത്താവിനെ അറിയത്തില്ല. യേശു കർത്താവ്, യേശു കർത്താവിനെ അറിഞ്ഞു. യേശു കർത്താവിനെ നീ സ്വീകരിച്ചോ? നീ അവൻ്റെ ശിഷ്യയായോ? ഭയങ്കര ബഹളം ഉണ്ടായി. വൈകുന്നേരം അവളെ ഇറക്കി വിട്ടു. അവള് സഭയിച്ചെന്ന് കയറി. പത്രോസ് പറഞ്ഞു, പാല സഹോദരി ഇവിടെ കൂടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അടുത്ത സഹോദരി വന്നു. അങ്ങനെ ഭർത്താക്കന്മാർ ഇറക്കി വിട്ട സഹോദരിമാരാ വിധവന്മാർ, അല്ലാതെ ഭർത്താക്കന്മാർ മരിച്ചു പോയൊന്നുമല്ല. അപ്പൊ ദൈവസഭ അവരുടെയും കൂടെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. കാരണം കാശ് ഇഷ്ടം പോലെ ഉണ്ട്, വസ്തു വെച്ച ആൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ പൊറോട്ടയാണെങ്കിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വകുപ്പുണ്ട്. നാളെ അരിക്കുള്ള സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കോഴിയും അല്ലെ കാളയും എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ ദൈവകൃപ വർദ്ധിച്ചു. ജനങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ഈ സകല കൊടുപ്പും സകല വരവും ദൗത്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം മാത്രം അവർ വിട്ടുപോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
3-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സഭ, പ്രാർത്ഥിക്കാൻ അവർ വെളിയിലേക്ക് പോകുമ്പോൾ അത് സംഭവിക്കുന്നു, ഒരു മുടന്തൻ സൗഖ്യമാകുന്നു. 4-ാം അധ്യായം വായിക്കുമ്പോൾ അത് നിമിത്തം, അവൻ നിമിത്തം അവർ തടവിലാവുകയാണ്. 5-ാം അധ്യായം വീണ്ടും നാം വായിക്കുമ്പോൾ സഭയുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവുമില്ല. 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം മുതൽ വായിച്ചാൽ 4:32 മുതൽ ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യും. വിശ്വസിച്ചവരുടെ കൂട്ടത്തിന് ഏക ഹൃദയം ഏക മനസ്സുമുള്ളവരായിരുന്നു. താങ്ക് യു ലോർഡ്. വെരി നൈസ്, താങ്ക് യു ലോർഡ്. ആമേൻ. അടുത്തത് എല്ലാം പൊതുവകയായിരുന്നു. മറുപേർ വിളിച്ച കുപ്രോസ് തോപ്പുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇനിയും 5-ാം അധ്യായത്തിൽ 12 മുതൽ വായിക്കാം. സഭയുടെ ഗ്ലോറി വർദ്ധിക്കുകയാണ്. പക്ഷേ അവർ ശമരിയിലേക്ക് പോകാതെ, അവർ ദൂരസ്ഥലങ്ങളിലേക്ക് പോകാതെ യെരൂശലേമിൽ മാത്രം കൂടി നിൽക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? പോകുവിൻ. അവർ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവരുടെ എങ്കിലും അവരുടെ മേൽ വീഴേണ്ടതിന് വീതികളും വിരിപ്പിന്മേൽ കിടക്കുമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പുരുഷാരം വന്നുകൂടി. അങ്ങോട്ട് പോകേണ്ട സ്ഥാനത്ത് യെരൂശലേമിന് ചുറ്റുന്ന പുരുഷാരം ഇങ്ങോട്ട് വന്നുകൂടി. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ പോസിറ്റീവാണ്, ദൈവമഹത്വമാണ്, തേജസ്സാണ്. പക്ഷേ ദൗത്യത്തിൽ നിന്ന് വീണ് പോവുകയാണ്. എൻ്റെ വിഷയം അതാണ്. അങ്ങനെ ദൗത്യത്തിൽ നിന്ന് വീണുപോയ സഭ 6-ാം അധ്യായം വന്നപ്പോൾ ദൈവത്തിന് ഇവരെ ദൗത്യത്തിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടതിന് ദൈവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ആമേൻ. പഴയ നിയമം പറയുന്നു, ഒരു കഴുകൻ തന്റെ കൂടെ അനക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾ 1-2 ഉള്ളൂ എന്നതിനാൽ, കഴുകൻ കൂടെ അതിന്റെ ചോര കൊടുത്തതിനെ വളർത്തുന്നതിനാൽ ഇതിങ്ങനെ കുട്ടിക്കുറുമന്മാരെ പോലെ, ഒരു ഫുട്ബോളിനെ പോലെ ഇങ്ങനെ നല്ല വീർത്ത് ചീർത്ത് ഒരു കൊച്ചു പുത്തൻ തൂവലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. ഈ കഴുകന്റെ കൂട് വളരെ സോഫ്റ്റ് ആണ്. അതിന്റെ ഇന്നറില്, അതിന്റെ ഏറ്റവും അകത്തെ തട്ട് വളരെ സോഫ്റ്റ് ആണ്, പട്ടുമെത്ത പോലെയാണ്. അവിടെ കിടന്ന് ജനിച്ചു വളർന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഇവൻ പാറപ്പുറത്തോട്ടിറങ്ങുന്ന പോലും വിഷമമാ. ആമേൻ. കൊമ്പലോട്ട് പോലെ ഇറങ്ങിപ്പോകുന്ന വിഷമമാ. ഇത് കുറെ നാൾ കഴുകൻ സഹിക്കും, കുറെ നാൾ ഓമനിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ പഞ്ഞു ദിവസം കഴുകൻ ജെയിംസ് കോസ് ചെയ്യുന്ന പോലെ വലിച്ചു പറ ദൂരെ കളയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കജസാലിനെ പറഞ്ഞു, അച്ചായൻ കുറെ നാൾ സഹിക്കും, കുറച്ച് കഴിയുമ്പോൾ ഒറ്റ ചവിട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവും ചെയ്യുന്നത്. ആമേൻ. ഈ പറക്ക പഠിക്കാത്തതിനെ പറക്ക പഠിപ്പിക്കുവാൻ കർത്താവ് എന്തോ ചെയ്യും? ഈ പഞ്ഞെല്ലാം കളയും. പഞ്ഞ് കളഞ്ഞിട്ട് കഴുകൻ തീറ്റ തേടി പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പിന്നെയും അകത്ത് കയറാൻ ശ്രമിക്കും. അകത്ത് കയറുമ്പോഴാണ് മനസ്സിലാകുന്ന പഴയ ഒരു സോഫ്റ്റ്നെസ് ഇല്ല. ആമേൻ. ഇരിക്കുന്നിടത്തല്ലേ അങ്ങ് നോവുക. കാരണം ഈ പഞ്ഞിയുടെ തൊട്ട് താഴെ അല്പം പരുവരപ്പ് കുറഞ്ഞ കമ്പാണെങ്കിലും ഇതിൻ്റെ അടിയിൽ നിന്ന് കൂർത്ത മുള്ളുകൾ ഇങ്ങനെ ഒന്ന് കൊള്ളുന്നത് കൊണ്ട് ഇതിന് ഇരിക്കാനൊക്കത്തില്ല. ആമേൻ. എന്നാലും ഒരു സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊക്കെ അത് ഇരുന്ന് ഒരു പരുവത്തിന് നേരം വെളുപ്പിക്കും. രാവിലെ ആവുമ്പോൾ പിന്നെയും തന്തക്കഴുകൻ കൊണ്ടുവരുന്നത് തള്ളക്കഴുകൻ കൊണ്ടുവരുന്നത് തിന്നും. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും കഴുകനൊരിക്കൽ ദേഷ്യം വരും. കഴുകൻ ആ സോഫ്റ്റായി തോന്നിയ കമ്പുകളെ മാറ്റിക്കളയും. പിന്നെ ഇരിക്കാനോ ഒക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? ആമേൻ. മുള്ളിരിക്കുകയാണ്. അതുകൊണ്ട് കഴുകന്റെ കുഞ്ഞുങ്ങൾ അവർക്കറിയാവുന്ന മുഴുവൻ ഭാഷയിലും അപ്പനെയും അമ്മയും ചീത്ത വിളിക്കും. ഈ അപ്പൻ ശരിയല്ല, ഈ അപ്പന് വളർത്താൻ അറിയത്തില്ല, ഈ അപ്പന് സ്നേഹിക്കാൻ അറിയത്തില്ല, ഈ അപ്പൻ നന്നാകാൻ പോകുന്നില്ല. ഇതിനെല്ലാം പിൻപിൽ നീ അറിയാത്തൊരു ഉദ്ദേശം നിന്റെ തന്തക്കഴുകനുണ്ടെന്ന് മറന്നു പോകരുത്. നീയും അവനെ പോലെ ചിറകടിച്ച്, നീയും ചിറകാൻ ആകാശവിയാസിൽ അത് വിരിച്ച് പറക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ നീ ഇങ്ങനെ തിന്ന് കൂർത്ത് അത് ഉരുണ്ട്
ഉരുണ്ടിരിക്കുകയാണ്. നീ കഴുകന്റെ സ്വഭാവത്തിലേക്ക് വരാത്തതിനാൽ കഴുകനെല്ലാം വലിച്ചു പറിച്ചു കളയുകയാണ്. വചനം പറയുന്നു, ആ കഴുകൻ പിന്നെയും പിന്നെയും ഈ കൂടെ കിട്ടും കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരിക്കൽ രണ്ടും സഹിച്ച് കുഞ്ഞുങ്ങളെ കഴുകന്റെ ചിറകിന്മേലിരുത്തും. കുഞ്ഞുങ്ങൾ പറയും, ഇതുപോലെ വേണം പോവാൻ. ആമേൻ. മെന്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ വേണം കഴിയല്ല പറക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ ഒരു പ്രത്യേക ഉയരത്തിലെത്തുമ്പോൾ പിന്നെ ഒരു കാരണവശാലും ഇതിന് പറക്കാതിരിക്കാൻ ഒക്കത്തില്ല എന്നൊരു നിലവിലെത്തുമ്പോൾ കഴുകൻ പതുക്കെ കീഴേ അങ്ങ് മാറും. അപ്പ കുഞ്ഞ് അപ്പനെ ശപിച്ച് അമ്മയെ ശപിച്ച് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ ഇത് സ്വാഭാവികമായി കഴുകനാകുന്നതിനാൽ മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും അറിയാതെ എന്റെ കർത്താവേ എന്നെ രക്ഷിക്കണേ, ഞാൻ ആപത്തിലാണ് എന്ന് മുട്ടുമടക്കി കരയാൻ ആരംഭിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആമേൻ. ആദ്യം ഇത് കഴുകൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ വീഴ്ച വരത്തില്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആദ്യമേ ഇത് വരേണ്ടതിനാണ് ഇത് മുഴുവനും പഠിപ്പിച്ചത്, മുഴുവനും ഉപദേശിച്ചത് മുഴുവൻ. നോക്ക്, യെരൂശലേം സഭയിൽ 6-ാം അധ്യായം വന്നപ്പോൾ ദൈവം തന്നെ പ്രശ്നമിടുകയാണ്. കാരണം ഇവർ ചിതറിപ്പോകുന്നില്ല, ഇവർ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, ഇവർ കൂട്ടിലൊക്കെ തിരിക്കുകയാണ്. അവർ യെരൂശലേം സഭയുടെ കംഫോർട്ടിൽ നിന്ന് മാറുന്നില്ല. നിങ്ങൾക്കറിയാമോ, അത് വന്ന് 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 എവിടം വരെ പോയെന്നറിയാമോ? എവിടം വരെ പോയെന്നറിയാമോ? നിങ്ങൾ 11-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. നിങ്ങൾ ഞെട്ടുന്നൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ഒരു സംവത്സരം മുഴുവനും സഭാംഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അപ്പോൾ അന്ത്യോക്യയിൽ മറ്റൊരു സഭയുണ്ടായി. ചരിത്രം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 27-ാം വാക്യം, ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബാസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റു, ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. ശ്രദ്ധിക്കണം. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന യെരൂശലേമിലെ സഭയുടെ ഉപജീവന മാർഗത്തിനായി അന്ത്യോക്യയിലെ ശിഷ്യന്മാരിൽ ഓരോരുത്തൻ അവനവന്റെ കഞ്ഞിയിൽ നിന്ന് പ്രാപ്തി പോലെ മാറ്റിവെച്ച് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഭരിച്ചു വന്നിരുന്ന യെരൂശലേം സഭയ്ക്ക് അയച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. ദൂത് മനസ്സിലായോ? എന്തിയെ വസ്തു വിറ്റോണ്ട് വന്നത്? എന്തിയെ പൊതുവകയായിരുന്നത്? പൈസയുടെ കൂമ്പാരമല്ലായിരുന്നുവോ? സന്തോഷത്തിന്റെ ആധിക്യമല്ലായിരുന്നുവോ? ഒന്നാമത്തെ സഭയല്ലായിരുന്നുവോ? 9 അധ്യായം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് പാവപ്പെട്ടവരായി പോയി? ചിതറിപ്പോയ ഏതോ മനുഷ്യരുണ്ടാക്കിയ സഭയുടെ പൈസ കഞ്ഞുകുടിക്ക് വേണ്ടി തിരികെ വാങ്ങേണ്ടി വന്നതെന്ത്? ദൗത്യം മറന്നുപോയത് കൊണ്ട്. അമേൻ, അമേൻ, അമേൻ. ദൈവമക്കളെ, നിങ്ങൾ UK വന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ, യാതൊരു സംശയവുമില്ല. നല്ല കാറും നല്ല വസ്തുവും നല്ല വീടുമൊക്കെ നിങ്ങൾ ഇവിടെ വാങ്ങിക്കും, നാട്ടിൽ വാങ്ങിക്കും. പക്ഷേ ദൗത്യമതല്ല, ദൗത്യമതല്ല. ദൈവം നിന്നെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചതിന്റെ ദൗത്യം ഇവിടെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ പട്ടണങ്ങളിൽ, ഈ തെരുവീതികളിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ യേശു കർത്താവാണെന്ന് നീ തെളിയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിനക്ക് തെളിയിക്കുവാൻ കഴിയാതെ കുറെ നാൾ കഴിയുമ്പോൾ കർത്താവ് ഒരു കുഞ്ഞു പ്രശ്നമിടും. ഒരു കുഞ്ഞു പ്രശ്നം സഭയ്ക്കിടും. ഒരു കുഞ്ഞു പ്രശ്നം സഭയ്ക്കിടും. 6-ാം അധ്യായത്തിലെ പ്രശ്നങ്ങളിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 3-ാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ചപ്പോൾ 4-ാം അധ്യായത്തിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടെയൊക്കെ ദൈവം വിടുതൽ കൊടുത്തു. പക്ഷേ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥനയും കണ്ണുനീരും എല്ലാം അങ്ങ് പോയി. 8-ാം അധ്യായം പറയുന്നു, സ്തെഫാനോസ് കൊല്ലപ്പെടുകയാണ്. സ്തെഫാനോസ് കൊല്ലപ്പെട്ടപ്പോൾ സഭ പ്രാർത്ഥിച്ച് കരഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു സ്തെഫാനോസ് കൊല്ലപ്പെടുമ്പോൾ സഭ പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്നെങ്കിൽ സ്തെഫാനോസിനെ പോലെ ജ്ഞാനമുള്ള, സ്തെഫാനോസിനെ പോലെ പരിജ്ഞാനമുള്ള, സ്തെഫാനോസിനെ പോലെ വിശ്വാസമുള്ള, സ്തെഫാനോസിനെ പോലെ ദൈവകൃപയുള്ള, സ്തെഫാനോസിനെ പോലെ വെളിപ്പാടുള്ള, സ്തെഫാനോസിനെ പോലെ സകലത്തിലും പൂർണ്ണതയുള്ള ഒരു അഭിഷിക്തനെ സഭ കൈവിട്ടു. ആമേൻ, ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേ. ഈ അഭിഷേകത്തിന് ഓരോ ദൂത് മാറിപ്പോകരുത്. നിങ്ങൾ എത്ര അനുഗ്രഹങ്ങൾ കൈവിട്ടിട്ടുണ്ടെന്നറിയാമോ? എത്ര ദൈവിക ശുശ്രൂഷകൾ കൈവിട്ടിട്ടുണ്ടെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതും തുടരേണ്ടതുമായ എത്ര സ്തെഫാനോസിനെ നിങ്ങൾ കൈവിട്ടിട്ടുണ്ടെന്നറിയാമോ? എന്താ കാരണം അറിയാമോ? സഭയ്ക്ക് നൊന്തില്ല. സഭയ്ക്ക് 6-ാം അധ്യായത്തിൽ നൊന്തില്ല, 4-ൽ നൊന്തില്ല, അതെ 6-ലെ പ്രശ്നത്തിൽ നൊന്തില്ല, 8-ലെ പ്രശ്നത്തിൽ നൊന്തില്ല.
11-ാം അധ്യായം വന്നപ്പോ ഇപ്പൊ പൗലോസ് നോക്ക്, അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി അന്ത്യോക്യ ശിഷ്യന്മാർ പ്രാപ്തി പോലെ കൊടുത്തയച്ചു. അവർ നടത്തി ഭർന്നബാസിനെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർ കൊടുത്തയച്ചു. മറ്റുള്ള സഭകൾ ഇപ്പോൾ കൃപാവരവുമായിട്ട് ഇങ്ങോട്ട് വരയണം. മറ്റുള്ള സഭകൾ അതെ ആഹാരവുമായി ഇങ്ങോട്ട് വരയണം. മറ്റുള്ള സഭകൾ ഇപ്പോൾ സമ്പത്തുമായി യെരുശലേമിലേക്ക് വരണം. മറ്റുള്ള സഭകൾ ഇപ്പോൾ അത് ദൗത്യവുമായി ഇങ്ങോട്ട് വരണം. ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കേണ്ട ഗതികേട് യെരുശലേം സഭയ്ക്ക് വന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? അതിൻ്റെ അടുത്ത അധ്യായം 12-ാം അധ്യായം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പാമ്പിനെ അത് തവളയെ പാമ്പ് വിഴുങ്ങുന്നത് പോലെ ആദ്യം തവളെ കാലേ കയറി പിടിക്കും. അപ്പോൾ തവള പറയും ഞാൻ ഇപ്പം പോവും, പിന്നെ പറയും ഞാൻ ഇപ്പം പോവും, പിന്നെ പാമ്പ് പിന്നെയും കയറി ആരെയും പിടിക്കും. അപ്പോൾ പറയും ഇനി ഇപ്പം പോവും, പിന്നെ കഴുത്തെ പിടിക്കും, പറയും ഇപ്പം പോവും, പിന്നെ പറയും വിട്ടാ പോവും, പിന്നെ ശബ്ദമൊന്നും കേൾക്കത്തില്ല. ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നോക്ക്. സ്തേഫാനോസിനെ വിട്, പത്രോസിനെ വിട്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നോക്ക്. പാമ്പ് കുറച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. തീരാത്ത രോഗം വന്ന്, മാറാത്ത വ്യാധി വന്ന്, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയം വന്ന്, സാമ്പത്തിക ബാധ്യത വന്ന്, അത് ബിസിനസ്സിൽ നഷ്ടം വന്ന്, അത് ആ വിസ പ്രശ്നം വന്ന്, ഇല്ലീഗൽ പ്രശ്നം വന്ന്, നിങ്ങൾ കുറച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും ദൈവാത്മാഭിഷേകത്തിൽ സംസാരിക്കുന്നു. എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ സമയത്തെ വേർതിരിക്കുക. ഓലെ കണ്ണുനീരോടെ കരയുവാൻ സമയത്തെ വേർതിരിക്കുക. ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ സമയത്തെ വേർതിരിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകും മുമ്പ് അതെ സമയം മുടക്കി പ്രാർത്ഥിപ്പാൻ കർത്താവിന് മുമ്പിൽ സമയത്തെ വേർതിരിക്കുക. നമ്മുടെ അടുത്തിടങ്ങളിൽ ഒരു 15-കാരി പെണ്ണുകുട്ടിയോട് അവളുടെ അപ്പനും അമ്മയും സഭയിൽ വരാൻ പറഞ്ഞപ്പോൾ അവളത് ഇന്ന് സ്കൂളിൽ ചെന്ന് പറഞ്ഞു. സ്കൂളുകാർ സോഷ്യൽ സർവീസിനെ വിളിച്ചു. സോഷ്യൽ സർവീസുകാർ അപ്പനും അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്റർവ്യൂവിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, മേലാൽ ഈ കുഞ്ഞിനെയോ ആ കുഞ്ഞിൻ്റെ തൊട്ട് താഴെയുള്ള കുഞ്ഞിനെയോ നിങ്ങളുടെ പെന്തിക്കോസ്ത് സഭയിലേക്ക് വിളിച്ചുകൊണ്ട് പോകരുത്. അവരെ റോമൻ കത്തോലിക്ക സഭയിലാണ് അവർക്ക് ഇഷ്ടം. അവിടെ കൊണ്ടുപോയി അവരുടെ ആദ്യ കുർബാന കഴിപ്പിച്ച് അവരെ അവിടെ തുടരുവാൻ അനുവദിക്കണം. ഇപ്പം ആ വീട്ടിൽ അപ്പനോ അമ്മയ്ക്കോ ഈ 15-കാരി പെൺകുട്ടിയോട് നേരെ ഒരു കാര്യം പറയാൻ പേടിയാണ്. അത് പറഞ്ഞാൽ ടീച്ചേഴ്സ് സോഷ്യൽ സർവീസ് എൻഫോഴ്സ്മെൻറ്റ് ഇനി നാട്ടിൽ പോലും വിടാൻ നോക്കത്തില്ല. നാപ്പി മാറാത്ത പ്രായത്തിൽ വന്നതാ, മനസ്സിലായോ ഈ പെങ്കൊച്ച്? അന്നേരം അവൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നു, അവൻ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നു, എല്ലാത്തിനും ഓശാരം ഓതിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് പ്രായമായി. ഇപ്പോൾ കുഞ്ഞിന് മുമ്പിൽ അപ്പനും അമ്മയും മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ വിഷയത്തിലാണ്, ഏത് വിഷയത്തിന് മുമ്പിലാണ് നിങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നത്, അല്ലെ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, വിട്ടുകൊടുക്കരുത്. പിശാചിൻ്റെ സിംഹാസനം ഉള്ളയിടമെങ്കിലും അവിടെ ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞ കർത്താവ്. പെരുവെള്ളത്തിൽ കൂടി കടന്നുപോയാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞ കർത്താവ്. നീ അഗ്നിയിൽ കൂടി കടന്നു പോകുമ്പോൾ അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവ്. ഒരിക്കലും അഗ്നിയിൽ കൂടി കടന്നു പോകേണ്ടി വരികയില്ലെന്നല്ല പറഞ്ഞത്, വന്നാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അഗ്നിയാണെങ്കിൽ, രോഗമാണെങ്കിൽ, മാറാവ്യാധിയാണെങ്കിൽ, സാമ്പത്തിക ക്ലേശമാണെങ്കിൽ, നിയമവിഷയമാണെങ്കിൽ, അത് ബിസിനസ് വിഷയമാണെങ്കിൽ, നീ മുട്ടുമടക്കാൻ മടിക്കരുത്. നീ പ്രാർത്ഥന മുടക്കിക്കളയരുത്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഇരുമ്പ് കഥകളെ തുറക്കുന്ന പ്രാർത്ഥനയാ. ആമേൻ, 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 ആമേൻ. അർത്ഥമന ശംഭവന വൈഡമനകരികൾ കരക രഗർ തുമിനി ശം. നിന്റെ പ്രശ്നം ഏതാ? നിന്റെ വിഷയം ഏതാ? പൊളിറ്റിക്കലാണോ? നിന്റെ വിഷയം രാജ്യം സംബന്ധിച്ചുള്ള വിഷയമാണോ? നിയമം സംബന്ധിച്ച വിഷയമാണോ? നിന്റെ വിഷയം വിസയാണോ? നിന്റെ വിഷയം വർക്ക് പെർമിറ്റ് ആണോ? നിന്റെ വിഷയം അതൊരു പരീക്ഷ പാസ്സാകുന്നതാണോ? നിന്റെ വിഷയം അതൊരു ധനകാര്യ മണ്ഡലമാണോ? നിന്റെ വിഷയം ഒരു രോഗമാണോ? നിന്റെ വിഷയം എന്താ? ദൈവത്തിന്റെ മുൻപാകെ മുട്ടുമടക്കി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കൂ. ഒരു വിസിൽ ബ്ലോവറിനെ പോലെ ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുവാൻ സമയം അതെ അമാന്തിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ. പാമ്പ് തവളയെ വിഴുങ്ങും മുമ്പ്, നിന്റെ പ്രശ്നം നിന്നെ ഒതുക്കും മുമ്പ് ദൈവത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് വിടുവിപ്പാനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് ഈസിയായി പോകാൻ കഴിയത്തില്ല. നിനക്കൊരു കോളുണ്ട്, നിനക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. നിന്നെ ദൈവമാണ് വിളിച്ചത്. നീ UK വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. അവന്റെ പർപ്പസ് നടക്കാതെ അധികം മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എല്ലാം ശുഭകരമായി തോന്നുന്ന ഒരു അവസരമുണ്ട്. പൗലോസും ശതാധിപനും 276 പടയാളികളും മാലൂമിയും കൂടി, കപ്പലുടമസ്ഥനും കൂടി യാത്രയ്ക്ക് ആരംഭിക്കുകയാണ്. എല്ലാം ശുഭമാണ്. ശുഭ തുറമുഖത്താണ്.
അവരെത്തിയിരിക്കുന്നത്. കാറ്റ് മന്ദമായി അടിക്കുകയാണ്. ദാറ്റ്സ് ദ ബെസ്റ്റ് പോസിബിൾ അറ്റ്മോസ്ഫിയർ ടു മൂവ്. കപ്പലുടമസ്ഥൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, നമുക്ക് പോയേക്കാം. പെട്ടെന്ന് പൗലോസ് പറഞ്ഞു, പോകരുത്, കപ്പലിനും ജീവനും കൂടി ആപത്തുണ്ടാകുന്നു. മാലൂമി കപ്പലുടമസ്ഥനോട് കപ്പിത്താൻ മാലൂമി പറയുക, നോ, ഇവന്റെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല, അവൻ അടിമയാണ്, അവൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനാണ്, ഞാൻ ഈ വഴി ഒത്തിരി പോയിട്ടുണ്ട്, ഐ ഹാവ് നോ പ്രോബ്ലം. നിന്റെ അനുഭവമായിരിക്കാം പലപ്പോഴും ദൈവകൃപയിൽ നിന്നെ മച്ചുകൊണ്ടു പോകുന്നത്. ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഷാൽ വി മൂവ്? വചനം പറയുന്നു, കപ്പലുടമസ്ഥൻ മാലൂമിയുടെ വാക്ക് കേട്ട് കപ്പലെടുത്തു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അശാന്തതയൊക്കെ മാറി. വലിയ കാർമേഘം കൊണ്ടു, വലിയ കാറ്റുണ്ടായി, വലിയ കൊടുങ്കാറ്റുണ്ടായി. നോർത്ത് ഈസ്റ്റർ എന്നറിയപ്പെടുന്ന ഈശാന്യമുള്ള നിന്ന് കാറ്റടിച്ചു. കപ്പൽ കൈവിട്ട് പാറിപ്പോയി എന്ന് വേദവസ്തം പഠിപ്പിക്കുകയാണ്. കപ്പൽ കൈവിട്ട് പാറിപ്പോകും മുമ്പ്, നിന്റെ പടക കൈവിട്ട് പാറിപ്പോകും മുമ്പ്, നിന്റെ ജീവിതം കൈവിട്ട് പാറിപ്പോകും മുമ്പ്, നീ മാലൂമിയുടെ വാക്കല്ല, കപ്പിത്താന്റെ വാക്കല്ല, നീ കേൾക്കേണ്ടത് അഭിഷിക്തന്റെ വാക്കാണ്. അവൻ അടിമയെ പോലെ നിന്നാലും, അവൻ ചങ്ങല ധരിച്ചു നിന്നാലും, അവന്റെ അകത്തൊരു അഭിഷേകമുണ്ട്, അവന്റെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതിനോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് മുന്നേറൂ. ഈ ശാലമുള്ള മധ്യയും ഒരു ദൈവത്തിന് വഴിയുണ്ട്. അല്ലാത്ത പക്ഷമോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, അല്ലാത്ത പക്ഷമോ ശാന്തതയായിരിക്കാൻ തുടക്കം, പക്ഷേ പിന്നെ നീ കൈവിട്ട് പാറിപ്പോകും, ജീവിതം കൈവിട്ട് പാറിപ്പോകും. അതെ, നിന്റെ ആശ നശിച്ചു പോകും, സൂര്യനെ കാണാതെ അലയേണ്ടി വരും, ആഹാരം കഴിക്കുവാൻ പോകാതിരിക്കും, ഒടുവിൽ നിന്റെ പ്രാണന് പോലും ആപത്തുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്താ വേണ്ടത്? രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെയാണ് വേണ്ടത്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ 11 അധ്യായങ്ങളിൽ ഒരു ഡിപ്രീസിയേഷൻ, 11 അധ്യായങ്ങളിൽ അപ്പോസ്റ്റൽ സംഭവിക്കുകയാണ്. പത്രോസ് മനസ്സിലാക്കിയില്ല, യോഹന്നാൻ മനസ്സിലാക്കിയില്ല. ഇവിടെ 12 അധ്യായത്തിന്റെ ആരംഭത്തിൽ യോഹന്നാനെ യാക്കോബിനെയും പത്രോസിനെയും ഒരുമിച്ച് പിടിക്കുകയാണ്. യാക്കോബിനെ യഹോവ വാളുകൊണ്ട് കൊന്നു. അപ്പോഴും സഭ മിണ്ടിയില്ല. പത്രോസിനെയും പിടിച്ചു എന്നറിഞ്ഞപ്പോൾ സഭയിൽ ആർക്കോ ഒരു വേദനയുണ്ടായി. ആമേൻ. എപ്പോഴാണ് നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നത് അറിയാമോ? എപ്പോഴാണ് നീ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? നിന്റെ ഹൃദയത്തെ കുത്തി വലിക്കുന്ന പ്രശ്നമുണ്ടാകുമ്പോൾ നീ പ്രാർത്ഥിക്കണം. അന്നേരം പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ട് ആ ഹുക്കപ്പ് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി നീ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ഹൃദയവുമായി നിന്റെ ഹൃദയത്തിലൊരു ഹുക്കപ്പ് ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നിന്റെ ഹൃദയത്തിൻ്റെ ഭാരമാകണം. ദൈവം എപ്പോൾ നിന്നെ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നോ അപ്പോൾ നീ പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയിരിക്കുന്നവനാകണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ വലിയ വിടുതൽ സംഭവിക്കും. പത്രോസിനെ പിടിച്ചതിനാൽ സഭ പറഞ്ഞു, ഇനി നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. സ്തെഫാനോസ് പോയി, അത് യാക്കോബ് പോയി, ഇത് പത്രോസും പോവുകയാണ്. നോ, നമുക്ക് അനുവദിച്ചുകൂടാ. എപ്പോൾ സഭ അവരുടെ അധികാരം മനസ്സിലാക്കി അനുവദിച്ചുകൂടാ എന്ന കൽപ്പന പുറപ്പെടുവിക്കുമോ അപ്പോൾ സകല അധികാരവും മുട്ടുമടക്കും. ആമേൻ, 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 ആമേൻ. എന്താ വിഷയങ്ങൾക്ക് ഭേദഗതി ഇല്ലാത്തത്? എന്താ വിഷയങ്ങൾക്ക് മാറ്റമില്ലാത്തത്? നിന്റെ അകത്തെ അധികാരം എഴുന്നേൽക്കാത്തത് കൊണ്ടാ, നിന്റെ അകത്തെ അധികാരി എഴുന്നേൽക്കാത്തത് കൊണ്ടാ. നിനക്കതിന്മേൽ, ആ വിഷയത്തിന്മേൽ ഒരു അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കി നീ എഴുന്നേറ്റ് കൽപ്പനകളെ പുറപ്പെടുവിച്ചാൽ, വചനം പറയുന്നു 16 ചേവകളുടെ മധ്യേ ചങ്ങല തളിച്ചു കിടക്കുന്ന വിഷയം പൊട്ടിപ്പുറത്തു വരുവാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലതുകൈ പിടിച്ചെന്നെ വഴി നടത്തും. അവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും യേശു നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നമുക്കൊന്ന് എഴുന്നേൽക്കാം, എല്ലാവരും എഴുന്നേറ്റാട്ടെ. നിങ്ങളുടെ ചില വിഷയങ്ങൾ ഇപ്പോൾ ബന്ധനത്തിലാണോ? നിങ്ങളുടെ ചില വിഷയം ചങ്ങലയിലാണോ? ചില വിഷയം കാരാഗ്രഹത്തിലാണോ? ചില വിഷയം അകത്തെ ഉൾമുറിയിലാണോ? ചില വിഷയം ബന്ധനത്തിലാണോ? ചില വിഷയം പടയാളികളുടെ മധ്യയാണോ? ചില വിഷയം മൗലികവാദികളുടെ കയ്യിലാണോ? ചില വിഷയം രാഷ്ട്രീയ അധികാരികളുടെ കയ്യിലാണോ? ചില വിഷയം സാമൂഹ്യ അധികാരികളുടെ കയ്യിലാണോ? ഇന്ന് പകൽ മുഴുവൻ കർത്താവിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനി ഇത് പാടുമ്പോൾ പാട്ടായി പാടല്ലേ, ഇനി പാടുമ്പോൾ പാട്ടായി പാടല്ലേ, അനുഭവമായി പാടണം. അനുഭവമായി കരങ്ങൾ അടിച്ചാട്ടെ. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലതുകൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും യേശു ആഴികളിൽ വലതുകൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പൊതുവഴി തുറന്നിടും. വാതിലുകൾ പലതും അടഞ്ഞിടിലോ വല്ലഭൻ പൊതുവഴി തുറന്നിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടങ്ങി. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടങ്ങി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. രോഗങ്ങളാൽ നീ വലയുകയോ, ശാപങ്ങളാൽ നീ തളരുകയോ. ഓ രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരൂ, വചനമയച്ചു നിന്നെ വിടുവിച്ചു. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരൂ, വചനമയച്ചു നിന്നെ വിടുവിച്ചു. Come on everybody. കരുതും അവൻ നല്ല ഓഹരി. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടങ്ങി. അവൻ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടങ്ങി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. കരുതും അവൻ നല്ല ഓഹരി. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു അവൻ കഷ്ടങ്ങളിൽ നല്ല
തുണ യേശു കണ്ടു നിരവൻ തുണയ്ക്കും കരുതൂ അവൻ നല്ലയോ. എന്നെ ശ്രദ്ധിക്കുക, അല്പം കുറച്ച് സൗണ്ട്. നിങ്ങൾ കലമടിച്ചുകൊണ്ടിരിക്കുക. എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വഴി അടയുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം ദൈവത്തിന്റെ വാക്കുകളാണ്, ദൈവത്തിന്റെ വാക്തത്വമാണ്. യേശു കർത്താവ് നിന്നോട് പറഞ്ഞ വാക്കുകളാണ് നിനക്ക് നിക്ഷേപമായിട്ടുള്ളത്. നിന്നെ കാരാഗ്രഹത്തിൽ വിടുവിക്കുവാൻ പോകുന്നത് ദൈവ വാക്തത്വമാണ്. നിന്നെ വെള്ളത്തിൽ മുക്കാതിരിക്കുന്നത് ദൈവ വാക്തത്വമാണ്. നിന്നെ തീയിൽ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ വാക്തത്വമാണ്. നിന്നെ മരുഭൂമിയിൽ ഉയർത്തി നിർത്തുന്നത് ദൈവത്തിന്റെ വാക്തത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്തത്വമുള്ളവർ കരങ്ങളടിച്ച്, ദൈവത്തിന്റെ വാക്തത്വമുള്ള വിശ്വാസത്തോടെ കർത്താവ് നിന്റെ വിഷയത്തിൽ നിന്നോട് പറഞ്ഞ വാക്തത്വം, കർത്താവ് നിന്റെ വിഷയത്തിൽ നിന്നോട് പറഞ്ഞ വാക്തത്വം ഒരു വിട്ടർവ് മേലെ ആരാധിച്ചാട്ടെ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ നല്ലവൻ. വൈരാഗരേത ശമ്പർ വൈരാന ശമ്പർ. ചോദിപ്പീനെന്താൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ചോദിപ്പീനെന്താൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതലെന്നും വിടുതലെന്നും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കും സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കും സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. ശക്തിയോടെ വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. അകത്തെ മനുഷ്യനെടുത്തു പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൽ, ആരാധിക്കാം കർത്തരെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും 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 പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം.
പേർ വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ യേശു കർത്താവിന് പ്രവർത്തിക്കാനുണ്ട്? ആമേൻ, ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്നെ നേരിടുന്ന, എന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞാൻ ജയിക്കുവാൻ പോവുകയാണ്, എന്റെ പ്രാർത്ഥനയെ ഞാൻ ജയിക്കുവാൻ പോവുകയാണ്? എത്ര പേർ ആമേൻ പറയും? അന്ന് സഭയ്ക്ക് പത്രോസ് ആയിരുന്ന വിഷയം, ഇന്ന് സഭയ്ക്ക് മറ്റൊന്നാണ് വിഷയം. അന്ന് അതെ 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 സഭയ്ക്ക് അതെ പല വിഷയങ്ങളായിരുന്നു, ഇന്നും പല വിഷയങ്ങളാണ്. നിന്റെ കുടുംബ വിഷയം വേറെയാണ്, നിന്റെ വ്യക്തിപരമായ വിഷയം വേറെയാണ്, പ്രയർ ഗാർഡൻ ഈസ്റ്റാമിന്റെ വിഷയം വേറെയാണ്. നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം, അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, സഭ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ, സഭ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രാർത്ഥിപ്പാൻ വ്യക്തികൾ ഉണ്ടെങ്കിൽ തീ അതിനെ ജയിക്കത്തില്ല, വെള്ളം അതിനെ ജയിക്കത്തില്ല. സഭ എരിഹോവിന്റെ മുമ്പിൽ വരുമ്പോൾ പ്രാർത്ഥിപ്പാൻ ആളുണ്ടെങ്കിൽ എരിഹോ സഭയെ ജയിക്കത്തില്ല. സഭ ചെങ്കടലിന്റെ മുൻപിൽ വരുമ്പോൾ പ്രാർത്ഥിപ്പാൻ സഭയിൽ ആളുണ്ടെങ്കിൽ ചെങ്കടൽ സഭയെ ജയിക്കത്തില്ല. Come on, come on, come on, come on, come on, come on, come on. നിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഫറവോന്റെ വ്യാപാരങ്ങളെ, എരിഹോവിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ജയിച്ചാട്ടെ, ജയിച്ചാട്ടെ. Come on, come on. അന്യ ഭാഷകളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പത്രോസിനെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. എന്റെ പ്രാർത്ഥനാ വിഷയം പരാജയപ്പെടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവഹിതം നിറവേറും വരെ ഞാൻ പ്രാർത്ഥിക്കും. യാക്കോബ് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് പത്രോസിനെ വിട്ടുകൊടുക്കത്തില്ല. യാക്കോബ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പത്രോസിനെ വിട്ടുകൊടുക്കത്തില്ല. ആത്മാക്കളെ വിട്ടുതരാതെ പിടിച്ചു വച്ചിരിക്കുന്ന ദുർവ്യവഹാരങ്ങളെ നോക്കി യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു, വിട്ടുമാറ. സഭ അതിന്റെ തേജസ്സിലേക്ക്, സഭ അതിന്റെ അധികാരത്തിലേക്ക്, സഭ അതിന്റെ മഹത്വത്തിലേക്ക്, സഭ അതിന്റെ ഭരണത്തിലേക്ക്. എബ്രായ ബാലന്മാരെ തീയിടുമ്പോൾ ഒരു ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനൊരു വ്യക്തി ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനൊരു കുടുംബമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനൊരു സഭയുണ്ടെങ്കിൽ ഏത് കാരാഗ്രഹവും യേശു കർത്താവ് പൊളിക്കും. ഇന്ന് വരെ നീ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ കേൾക്കാത്ത വിഷയമായിരിക്കാം നിന്റെ പ്രാർത്ഥന. എന്നാൽ ഒരു കാര്യം ഓർക്ക, നിയമങ്ങളെ മാറ്റുന്ന, രാജാക്കന്മാരെ മാറ്റുന്ന, അധികാരികളോട് സംസാരിക്കുന്ന, കോരേശിനോട് അത് ആരെയും പണിയുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നെബൂഖദ്നേസറിനെ കാളയെ പോലെ പുലുതിച്ചുന്ന ഒരു ദൈവമുണ്ട്. ഫറവോനെ ചെങ്കടലിൽ തള്ളിയിടുന്ന ഒരു ദൈവമുണ്ട്. സഭ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കട്ടെ, സഭ അധികാരത്തോടെ എഴുന്നേൽക്കട്ടെ, സഭ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കട്ടെ. ബാസിൽഡനിൽ വ്യാപരിക്കുന്ന, ക്രോയിഡനിൽ വ്യാപരിക്കുന്ന, ഈസ്റ്റാമിൽ വ്യാപരിക്കുന്ന ദുർവ്യാപാരത്തെ നോക്കി സഭ പ്രഖ്യാപിച്ചാട്ടെ, യേശുവിന്റെ വചനം പ്രഖ്യാപിച്ചാട്ടെ, യേശുവിന്റെ വാഗ്ദത്തം പ്രഖ്യാപിച്ചാട്ടെ. നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന പ്രാർത്ഥനാ മണ്ഡലങ്ങളെ നോക്കി യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക. പത്രോസ് പുറത്തു വരും വരെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ദൈവം പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, പത്രോസ് കാരാഗ്രഹത്തിൽ പുറത്തു വരും വരെ, പ്രാർത്ഥനാ വിഷയം ബന്ധനത്തിൽ നിന്ന് വിടുതലായി പുറത്തു വരും വരെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ.
സാമ്പത്തിക ബാധ്യതകളെ, സാമ്പത്തിക ഞെരുക്കത്തെ ഉടയ്ക്കുന്നൊരു അധികാരത്തിന്റെ സഭ. യെരൂശലേം സഭയുടെ പ്രാരംഭഘട്ടത്തിൽ സാമ്പത്തിക മണ്ഡലങ്ങളെ ചവിട്ടി സഭ കയറിപ്പോയതുപോലെ നീ കുടുംബമായി, വ്യക്തിയായി, നിന്റെ ബിസിനസ്സിലും ജോലിയിലുമായി വ്യാപരിക്കുന്ന സാമ്പത്തിക ദാരിദ്ര്യ പിശാചിനെ ഇന്ന് പകൽ ചവിട്ടുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഉരുവിട്ടാണ്ട്, യേശു കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഉരുവിട്ടാണ്ട്, ഉരുവിട്ട് ചവിട്ടുക, ഉരുവിട്ട് ചവിട്ടുക, ഉരുവിട്ട് ചവിട്ടുക, ഉരുവിട്ട് ചവിട്ടുക, ഉരുവിട്ട് ചവിട്ടുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുതിയത്, 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 പുതിയത്. യേശു കർത്താവ് പുതിയ നൽകുകയാണ്. നീ അനുഗ്രഹം അനുഭവിപ്പാൻ നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അനുഗ്രഹം അനുഭവിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ. ഒരു തീരാരോഗം, ഒരു മാറാവ്യാധി, ഒരു മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗം, ഒരു തീരാത്ത രോഗം, ഒരു മാറാത്ത വ്യാധി എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പോലെ ഏറ്റെടുക്കുക. യേശു കർത്താവിന്റെ മുൻപാകെ തീരാത്തതൊന്നില്ല, മാറാത്തതൊന്നില്ല, കണ്ടുപിടിക്കപ്പെടാത്തതൊന്നില്ല. യേശു ഗിലെയാദിലെ വൈദ്യനാണ്. അവന്റെ കയ്യിൽ തൈലമുണ്ട്. വേദനയായിരിക്കാം, ജോയിന്റ്സിന്റെ വേദനയായിരിക്കാം, അസ്ഥി വിഷയമായിരിക്കാം, മസിൽ പെയിൻ ആയിരിക്കാം, അത് മൈഗ്രെയിൻ ആയിരിക്കാം, എക്സിമ ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം, കൊളസ്ട്രോളിന്റെ അബ്നോർമാലിറ്റി ആയിരിക്കാം, ഡയബറ്റിക് ആയിരിക്കാം. യേശു കർത്താവിന് കഴിയാത്തൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ അത് ശരീരത്തിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചാലേ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ നിർത്തേണ്ട, കുറച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ, പ്രവചിച്ചാട്ടെ. അവളുടെ രോഗവിഷയം നിനക്കറിയാമെങ്കിൽ, അവളുടെ പ്രാർത്ഥനാ വിഷയം നിനക്കറിയാമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക. ഇന്ന് പകൽ ലഭ്യമായ വെളിപ്പാടിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഏത് പത്രോസും പുറത്തു വരും എന്ന വെളിപ്പാടിൽ പ്രാർത്ഥിച്ചാട്ടെ. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ നിന്റെ വിജയത്തെ ആർക്കും ബന്ധിക്കുവാൻ കഴിയത്തില്ല എന്ന അത് വെളിപ്പാടിൽ പ്രാർത്ഥിച്ചാട്ടെ. സംഖ്യാപുസ്തകത്തിൽ ബലിയാം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവസഭ സിംഹിയെ പോലെയാണ്, അത് ഇര പിടിച്ചു കയറാതെ അടുങ്ങിയിരിക്കത്തില്ല. ദൈവസഭ സിംഹിയെ പോലെയാണ്, അവൾ പതുങ്ങിക്കിടക്കുകയാണ്, ഇര പിടിച്ചു കയറാതെ അടങ്ങിയിരിക്കത്തില്ല. ശിഷ്യന്മാരെ, അതെ ദേവദാസന്മാരെ, ശുശ്രൂഷകന്മാരെ, അഭിഷിക്തന്മാരെ, നിങ്ങളുടെ സഹോദരന് വിഷയമുണ്ടെന്ന് അറിഞ്ഞ് അവന്റെ കൂടെ പോയി പ്രാർത്ഥിച്ചാട്ടെ. ഒരു പ്രാർത്ഥനാത്മാവ് വ്യാപരിക്കട്ടെ. പത്രോസ് പുറത്തു വരുന്ന ഒരു പ്രാർത്ഥനാത്മാവ്, പത്രോസ് പുറത്തു വരുന്ന ഒരു പ്രാർത്ഥനാത്മാവ് വെറുതെ നിൽക്കാതെ നിങ്ങളുടെ വ്യാപരിച്ച കൃപാവരത്തെ, നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അഭിഷേകത്തെ സഹോദരന് വേണ്ടി ഉപയോഗിക്കുക. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൽ പത്രോസ് വിടുവിക്കപ്പെട്ടു, ജഡത്തിൽ വിടുവിക്കപ്പെട്ടു, കാരാഗ്രഹങ്ങൾ തുറക്കപ്പെട്ടു, ഇരുമ്പ് വാതിലുകൾ തുറക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ നിയമത്തിന്റെ കാരാഗ്രഹങ്ങൾ, അധികാരത്തിന്റെ കാരാഗ്രഹങ്ങൾ, ധനസമൃദ്ധിയുടെ കാരാഗ്രഹങ്ങൾ, രോഗാത്മാക്കളുടെ കാരാഗ്രഹങ്ങൾ, ഭൂതാത്മാക്കളുടെ കാരാഗ്രഹങ്ങൾ, മാനസിക കാരാഗ്രഹങ്ങൾ, ശാരീരിക കാരാഗ്രഹങ്ങൾ യേശു കർത്താവ് പൊട്ടിക്കുകയാണ്. യേശു കർത്താവ് തുറക്കുകയാണ്. പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. പത്രോസ് ബന്ധിക്കപ്പെടേണ്ടവനല്ല, പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടവനല്ല. ആത്മാവിൽ ഉയർന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ ഉയർന്ന് പ്രവചിക്കുക. ജാതീയ കാരാഗ്രഹങ്ങൾ, വംശീയ കാരാഗ്രഹങ്ങൾ, ഗോത്രത്തിന്റെ കാരാഗ്രഹങ്ങൾ, പൗരോഹിത്യ കാരാഗ്രഹങ്ങൾ, സാംസ്കാരിക കാരാഗ്രഹങ്ങൾ, പാരമ്പര്യ കാരാഗ്രഹങ്ങൾ യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക. മറ്റൊരു സഭയ്ക്കും കഴിയാത്തത്, മറ്റൊരു സഭയ്ക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്തത്, മറ്റാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനയിൽ നിനക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയും. മറ്റാൾക്കും കഴിയാത്തത്, മറ്റാർക്കും ലഭിക്കാത്തത് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയും.
അന്ത്യോക്യയിൽ പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു, അന്ത്യോക്യയിൽ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, അന്ത്യോക്യയിൽ പ്രാർത്ഥിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു, അന്ത്യോക്യ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അതുകൊണ്ട് ഭിന്നതയിൽ യെരൂശലേം സഭയ്ക്ക് പോലും ഒരു അനുഗ്രഹമായി മാറി. Ribanantara Jaganagarian Tunirigal Karaga, Shambabanagan Tunivaidamanagaryan Thana, Ribal Karagam, Turabal Karagam, Ragartumanam, Shambabanagan Vaishantana, Rigal Karaga, Ragartumani, Shambaba, Wortana, Digal Karaga, Ragartumani, Shambaba, Nagandure, Wortel Kadagam, Dimana, Ragambabana, Vaishantare, Dibal Kadaga, Ragartumani, Shambaba, Naganturi, Dibal Kadaga, Ragartumani, Shambaba, Naganturi, Niogamolo, Verdan Kade, Abhishagamolo, Verdan Kade, the Yamakas Parsichulartike, Niogamolo, Verdan Kade, Abhishagamolo, Verdan Kade. പരസ്പരം കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. നിയമങ്ങളെ പൊട്ടിക്കുന്ന, അധികാരങ്ങളെ പൊട്ടിക്കുന്ന, റബൽ കരകരകർ തുമിനി കാരാഗ്രഹങ്ങൾ തുറക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തില്, 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 യേശു ക്രിസ്തുവിന്റെ നാമത്തില്. Rimamana bala 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 bau shibirian tunial kurabanaga shambabana worthamanagarian tunadigal karaga shambaba chila patros mari porottu verumbare chila patros mari porottu verumbare chila patros mari porottu verumbare chila rogatmavu saukyamai porothagumbare chila rogatmavu saukyamai ade porothayi rogigal saukyamagumbare chila bhudatmavu porothayi rogigal saukyamagumbare yes chila pavigal രക്ഷിക്കപ്പെടുംവരെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് സ്തോത്രം ചെയ്യുന്നു. Rikamamanassiantuni alkuramanagaragantuni ribal karagaragambabana vaishantuna rigal karaga shambavani arthamani aduri managaragam tunarigal karaga shambava orthamanarigam tunarigal karaga shaidamana ribal karagaragantuni shambavanagatuni എല്ലാവരും കരങ്ങളെ കോർത്ത് പിടിച്ചാട്ടെ. എല്ലാവരും കരങ്ങളെ കോർത്ത് പിടിക്കുക. എല്ലാവരും കരങ്ങളെ കോർത്ത് പിടിക്കുക. Rival Karagaragar to many Shambabanagan to Rigal Karaga, Shambabanaval Kamanagarian Tanarigal Karaga, number of Sabail, Karagaratil Karakanova, number of Sabail, are the presence in Lagatakanavar, Karagaratil Karakanova, Rogatil Karagram, Pudangal Karagram, a Manasika Karagram, Niyamangal Karagram, Tanatin the Karagram, Jolly Live the Karagram, Amen, 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 Adigarangal the Karagram, English Samskarangal the Karakwan Kadiat, Bantanangal the Karagram, Vivi the Karagram, പുറത്തു കൊണ്ടുവരണ്ടായി അല്പം കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദീപ റഗൽ കരക ശംബബന വൈഡിമിനി അൽകുരബനക ദിബൽ കരക റഗർതുമിനി ശംബബന ഗന്തുനി. യു കെ പറയുന്നു മലയാളം സഭയെ നിങ്ങൾക്ക് എത്രത്തോളം വരാം, അതിന് ഇങ്ങേപ്പുറത്ത് വരരുത്. യു കെ അതിരിടുമ്പോൾ, യു കെയുടെ സംസ്കാരം അതിരിടുമ്പോൾ, യു കെയുടെ കൾച്ചർ അതിരിടുമ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് മുന്നേറ്. യു കെ ഇടുന്ന, യു കെയുടെ സംസ്കാരം ഇടുന്ന അതിരുകളെ പൊട്ടിച്ച് മലയാള സഭ മുന്നേറട്ടെ. റീമോ നികൽ കരക ശംബബന ഗന്തുനി ദിബൽ കരക രഗം ഭവന വർദ്ധമന റിഗം ഭവന വൈഷമനക റിബൽ കരക. പത്രോസ് ജയിലിലാണ്, പത്രോസ് ജയിലിലാണ്. സമസതിയോട് പ്രാർത്ഥിക്കുകയാണ്. കമോൺ കമോൺ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യെസ്, സഭയുടെ അതിരുകൾക്ക് വിശാലത ഉണ്ടാക്കട്ടെ. സഭയിലേക്ക് ആത്മാക്കൾ പ്രവഹിക്കട്ടെ. സഭയിൽ വീര്യപ്രവർത്തികൾ നടക്കട്ടെ. സഭയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അത്ഭുതങ്ങളെ ബന്ധിച്ചിരിക്കുന്ന രോഗമണ്ഡലങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. അധികാരങ്ങളെ ബന്ധിക്കുന്ന രോഗമണ്ഡലങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവസഭയുടെ അസാധാരണ വീര്യപ്രവർത്തികളെ ബന്ധിച്ചിരിക്കുന്ന, കാരാഗ്രഹത്തിലാക്കുന്ന ദൈവസഭയുടെ അഭിഷേകത്തെ കാരാഗ്രഹത്തിലാക്കുന്ന, ദൈവസഭയുടെ അഭിഷേകത്തിനെ കാരാഗ്രഹത്തിലാക്കുന്ന, ദൈവസഭയുടെ ശുശ്രൂഷകന്മാരെ കാരാഗ്രഹത്തിലാക്കുന്ന ദൈവിക പ്രവർത്തനങ്ങൾ വിരോധമായി വ്യാപരിക്കുന്ന പോരുകളെ ഞങ്ങൾ ശാസിക്കുന്ന സഭയായി. Dibana regal karaga shambaba worthama nagantuni regal karaga shambaba Dibana regantuni regal karaga regambabana സൗന്ദര്യ പിണക്കങ്ങളുടെ കാരാഗ്രഹങ്ങളെ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ കാരാഗ്രഹങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭ പൊട്ടിക്കുകയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ ദിൽഖര മനക റഗൽ കരക ശംബവ വർധന രഗന്തുനി റിഗൽ കരക റിഗന്തുനി റിഗൽ കരക മാറി 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 പല രീതികൾ പരീക്ഷിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ച് മുന്നേറുകയാണ്. ആത്മാവിൽ ചങ്ങലകൾ അഴിയുകയാണ്. ദൈവസഭ അത് അതിന്റെ മഹത്വത്തിൽ വീണുപോയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് മടങ്ങി വരിക. ദൈവസഭ തേജസ്സിലേക്ക് മടങ്ങി വരട്ടെ.
ഓ യെസ് 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 യെസ്. ഒരു സാധാരണ സഭയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, സാധാരണ അഭിഷേകമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്ന, ചങ്ങലകളെ അത് പൊട്ടിക്കുന്ന, ഇരുമ്പ് വാതിലുകളെ തുറക്കുന്ന, പഴയ ആളുകളെ ജയിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അഭിഷേകം ഇന്ന് മുതൽ ഇപ്പോൾ ജനങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇന്ന് മുതൽ ഇപ്പോൾ ജനങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ വിഷയങ്ങൾക്ക് ഇന്ന് മുതൽ വിടുതലുണ്ട്, എന്റെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇപ്പോൾ വിശ്വാസത്തോടെ ഉയർത്തിയ കരങ്ങളുടെ പിൻപിൽ അവരുടെ ഉടമസ്ഥകൾ ഇപ്പോൾ അഭിഷേകം, ദൈവിക അഭിഷേകം, വിടയത്തിൽ ആ ഒരു അഭിഷേകം, എത്തിപ്പിടിക്കുന്ന അഭിഷേകം, ശത്രുവിനെ ജയിക്കുന്ന അഭിഷേകം ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ. ഈ ആഴ്ച ജയത്തിന്റെ ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച തേജസ്സിന്റെ ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച മഹത്വത്തിന്റെ ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച കീഴടക്കുന്ന ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച ജയിലുകൾ പൊട്ടുന്ന ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച ചങ്ങലകൾ അഴിയുന്ന ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച വാതിലുകൾ തുറക്കുന്ന ആഴ്ചയായിരിക്കട്ടെ, ഈ ആഴ്ച ബന്ധനങ്ങൾ പൊട്ടുന്ന ആഴ്ചയായിരിക്കട്ടെ. ആ കരങ്ങൾ വീശി യേശു കർത്താവിന് നന്ദി പറയാം. മഹിമയിൽ ഞാൻ കിരീടം ചൂടി, അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ഷാരോനിൻ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റം സുന്ദരനെ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്ക എന്നേറ്റതാ. ഷാരോനിൻ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 യേശുവിനായി പാട്. സുന്ദരനെ ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകരെ നിൻ താങ്ങും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്ക എന്നേറ്റതാ. ഷാരോനിൻ പരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റം സുന്ദരനെ. 10,000 ഏറ്റം സുന്ദരനെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, 10,000 ശ്രേഷ്ഠനെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഈ സംഭവിച്ചെല്ലാം അങ്ങയാലാണ്, അങ്ങയുടെ അറിവോടെയാണ്, അങ്ങയുടെ ബഹുത്വത്തിനായിട്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രാപിച്ച ഏതെങ്കിലും നന്മയുടെ മഹത്വം
ഞങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും വിടുതലിൻ്റെ മഹത്വം ഞങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങൾ നൽകുവാൻ മറന്നുപോയെങ്കിൽ ഇന്ന് ഈ ആഴ്ചയുടെ ഒന്നാമത്തെ പകൽ ഞങ്ങൾ മുഴുവൻ മഹത്വവും അങ്ങേക്ക് നൽകുന്നു, മുഴുവൻ ആദരവും അങ്ങേക്ക് നൽകുന്നു, മുഴുവൻ ആരാധനയും അങ്ങേക്ക്. ഈ ആഴ്ചയിൽ 7 പകലും 7 രാത്രിയും വരുന്ന ആരാധന വരെ അങ്ങ് ഞങ്ങളെ നടത്തുവാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മഹത്വം അങ്ങേക്കാണ്. ഞങ്ങളെ അങ്ങാണ് നടത്തുന്നത്. ഞങ്ങളുടെ കൂടുകളെ പൊളിച്ചാലും, ഞങ്ങൾക്ക് മുറിവുണ്ടായാലും, ഞങ്ങളുടെ കംഫർട്ട് സോൺ പൊളിഞ്ഞാലും ഞങ്ങളെ നീ പറക്ക പഠിപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളെ നീ പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ പഠിപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളെ ദിവസത്തിൽ കരയാൻ പഠിപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ കഠിനമായ ഹൃദയങ്ങളെ ഉടയ്ക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ വിഷയങ്ങളുടെ വിടുതലിലേക്ക് ഞങ്ങൾ നടത്തുന്ന ഓർത്ത് സ്തോത്രം. സഭ അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നതിനായി സ്തോത്രം. കുടുംബങ്ങൾ അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നതിനായി സ്തോത്രം. വ്യക്തികൾ അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നതിനായി സ്തോത്രം. സഭ നിയമങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, അധികാരങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന്, പൊളിറ്റിക്കൽ ബന്ധനങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, മതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കാരാഗ്രഹങ്ങളിൽ നിന്ന്, രോഗത്തിൻ്റെ കാരാഗ്രഹങ്ങളിൽ നിന്ന്, ഭൂതങ്ങളുടെ കാരാഗ്രഹത്തിൽ നിന്ന്, പീഡനങ്ങളുടെ കാരാഗ്രഹത്തിൽ നിന്ന്, അന്ധതയുടെ കാരാഗ്രഹത്തിൽ നിന്ന്, അനുസരണക്കേണ്ട കാരാഗ്രഹത്തിൽ നിന്ന്, അവിശ്വസ്തത കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ പോലെ പുറത്തു വരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഐ ആം ഹൈലി ഫേവേർഡ്, ഡീപ്ലി ലവ്ഡ്,